മദീനത്തുൻ നബവിയിൽ മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്ത നാട്ടിൽ, അല്ലാഹുവിൻ്റെ ദീൻ പൂർത്തിയായ നാട്ടിൽ, അല്ലാഹു പരിശുദ്ധ ദീനിനെ ഖിയാമത്ത് നാൾ വരെയുള്ള ജനത്തിന് സമർപ്പിച്ച നാട്ടിൽ, അവിടെ താമസിക്കാനും അല്ലാഹുവിൻ്റെ ദീൻ ചർച്ച ചെയ്യാനുമുള്ള തൗഫീഖ്, കച്ചവടം ചെയ്യാനും ദുനിയാവുണ്ടാക്കാനുമുള്ള താമസത്തിൽ പ്രത്യേകതയൊന്നുമില്ല. കാരണം ദുനിയാവിന് ഒരു മുഖദ്ദസത്തായ ഭൂമി എന്നൊന്നും പരിഗണനയൊന്നുമില്ല ദുനിയാവിൻ്റെ കാര്യത്തിൽ. അത് ഏത് ഭൂമിയിലായാലും അള്ളാഹു ഖദറാക്കിയത് അവൻ്റെ കയ്യിലെത്തിച്ചു കൊടുക്കും. അതേസമയം ദീനിൻ്റെ പേരിൽ മദീന മുനവ്വറയിൽ ഒരുമിച്ച് കൂടുക, അതും മസ്ജിദുൻ നബവിയുടെ പരിസരത്ത് അഷ്റഫുൽ ഖൽക്കിൻ്റെ ജിവാറിൽ, അയൽവക്കത്ത്, എന്നും അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ചും സഹാബാക്കളെ സംബന്ധിച്ചും പറയുകയും ചിന്തിക്കുകയും അവരെ അനുകരിക്കാനും അനുസരിക്കാനും ഇൽമു തേടുകയും അതനുസരിച്ച് ജീവിക്കുകയും ജീവിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുക, ഇതൊക്കെ ഒരു വലിയ വലിയ തൗഫീഖാണ്. പ്രത്യേകിച്ച് പൂർവികന്മാരായ പ്രവാചകന്മാർ അവരെല്ലാവരും അവരുടെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയതുപോലെ നമുക്കും ബാപ്പാക്കും മക്കൾക്കും ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ ദീനും തൗഹീദും റിസാലത്തും ചർച്ച ചെയ്യുകയും പോരായ്മകൾ നികത്തുകയും ആവശ്യമുള്ളത് കൂട്ടുകയും ആവശ്യമില്ലാത്തത് കളയുകയും അതിനൊരവസരം എന്നതൊരു വലിയ സൗഭാഗ്യം തന്നെയാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിരുത്തി സക്രാത്തിൻ്റെ ഹാലിൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, യാക്കൂബിന് മൗത്ത് ഹാദിറായ സമയത്തോ പ്രവാചകരെ നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ല. മക്കളെ എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് കൂട്ടിയിരുത്തി, 11 ആൺമക്കളെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ശേഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് ചെയ്യുക എന്ന്. ഒരു ബാപ്പാക്ക് മക്കളോടുള്ള ഉത്തരവാദിത്വം, ഏറ്റവും വലിയ ഉത്തരവാദിത്വം തൗഹീദ് തന്നെയാണ്. അത് മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്തുക എന്നത് പ്രവാചകന്മാരുടെയൊക്കെ താല്പര്യമായിരുന്നു, സ്വന്തക്കാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ആ 11 മക്കളും പറയുന്നൊരു മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ട്. ബാപ്പ, നിങ്ങളുടെ പൂർവ്വപിതാക്കളായ ഇസ്ഹാക്ക്, ഇബ്രാഹിം, നമ്മുടെ ഉപ്പപ്പന്മാരൊക്കെ പരമ്പരാഗതമായി നമുക്ക് പഠിപ്പിച്ച ഇലാഹൻ വാഹിദ, ഒറ്റ അല്ലാഹ്, ഒറ്റ ഇലാഹ്, അത് തന്നെയായിരിക്കും ഞങ്ങൾ ഫോളോ ചെയ്യുക. ബാപ്പ വിഷമിക്കണ്ട, ബാപ്പ ആ കാര്യത്തിൽ പ്രയാസപ്പെടേണ്ട എന്ന മക്കൾ ബാപ്പാനെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം സക്രാത്തിൻ്റെ ഹാലിൽ അവരാശ്വസിപ്പിക്കുന്നൊരു രീതി, അതെ, ഒരു ബാപ്പാക്കും മക്കൾക്കും പരസ്പരം ആശ്വസിക്കാനും ആശ്വസിപ്പിക്കുവാനുമുള്ളത് അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത് അംഗീകരിക്കാനുള്ള സൗഭാഗ്യം തന്നെയാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നും ദുആ ചെയ്യുന്നൊരു വാക്ക്, റബ്ബി ജിനുബിനി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും അസ്നാബുകൾക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് വളരെ അകറ്റി നിർത്തി കാക്കണേ അല്ലാഹുവേ. റബ്ബി ജിനുബിനി,
അസ്നാമുകൾ ഒരു ഭാഗത്തും ഞാനും എൻ്റെ മക്കളും മറുഭാഗത്തും. ആ രീതിയിൽ വളരെ കട്ടിയുള്ള രീതിയിൽ മാറ്റി നിർത്തി ഒരു വിധത്തിലും അസ്നാമുകളുമായി അടുക്കാത്ത അവസ്ഥ ഞങ്ങൾക്കുണ്ടാക്കി തരണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത വാചകം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മോനെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുന്നൊരു ഉപദേശം, ആ സൂറത്തിന് തന്നെ അല്ലാഹു തആല ലുഖ്മാൻ എന്ന് പേരിട്ടു. ഇത് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം അത് ആലോചിക്കണം മുഹമ്മദ് നബി. നിങ്ങൾ എന്താ പറഞ്ഞത്? ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, ശിർക്ക് സംഭവിച്ചു പോകരുത് മോനെ, അത് കൊടും പാതകമാണ്, കൊടും പാതകമാണ്. ജൂതൻ ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ ജൂതനസാറാക്കൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തപ്പിയെടുത്ത വാചകങ്ങളിൽ ഒരു വാചകമാണത്. 15-ാം നൂറ്റാണ്ടിൽ കുരിശ് വിപ്ലവം വിജയിച്ചു. കുരിശ് വിപ്ലവം വിജയിച്ചു. കുരിശ് വിപ്ലവകാരി ഒരു ഭാഗത്തും ദീനുൽ ഇസ്ലാമിൻ്റെ പടയാളികൾ മറുഭാഗത്തും. എങ്ങുമെത്താതെ വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു യുദ്ധം. ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ യുദ്ധമാണത്, നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന യുദ്ധം. ഇസ്ലാമിനെ ഭൂലോകത്ത് ഇല്ലാതാക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ഒന്നും നടന്നില്ല. ആയുധവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഒരിക്കലും ദീനുൽ ഇസ്ലാമിനെ വിജയിപ്പിക്കാൻ കഴിയില്ല. ആയുധവും ആദർശവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ മാത്രമേ ദീനുൽ ഇസ്ലാം വിജയിക്കുകയുള്ളൂ. ജിഹാദ് 3 രീതിയിലാണ്. ഒന്ന്, അസ്ബാബും തമ്മിലുള്ള ജിഹാദ്, ആയുധവും തമ്മിലുള്ള ജിഹാദ്. ബോംബിന് ബോംബ് പകരം, മിസൈലിന് മിസൈൽ പകരം. അള്ളാഹുവിൻ്റെ സുന്നത്ത് ആയുധം ആരുടെ കയ്യിലാണോ കൂടുതലുള്ളത്, സൈന്യം ആർക്കാണോ കൂടുതലുള്ളത്, അവർ ജയിക്കുക എന്നതാണ് ഈ ദുനിയാവിൻ്റെ സാങ്കേതികത്വത്തിൽ കൗനിയായ അള്ളാഹുവിൻ്റെ സുന്നത്ത്. അസ്ബാബുകൾക്കെല്ലാം അത് ബാധകമാണ്, എല്ലാ വിഷയത്തിലും. രണ്ടാമത്തത് അഅ്മാലും അസ്ബാബും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്, ആദർശവും ആയുധവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ആദർശവും ആയുധവും തമ്മിലാണ് ഏറ്റുമുട്ടലെങ്കിൽ തീർച്ചയായും എത്ര കുറച്ച് സൈന്യങ്ങളേ ഉള്ളൂ, ആയുധം ഒന്നുമില്ല, ആദർശത്തെ ജയിപ്പിക്കുക എന്നത് അള്ളാൻ്റെ വഅദയാണ്. അസ്ബാബുകൾ തോറ്റിരിക്കും തീർച്ച, അത് അള്ളാൻ്റെ വഅദയാണ്. ബദറിനെയും ഉഹദിനെയും അസ്ബാബിൻ്റെ അഹ്ലുകാർ, ആയുധം കൊണ്ട് ആയുധത്തെ നേരിട്ടാൽ കാര്യങ്ങൾ നേടാമെന്ന് വിശ്വസിക്കുന്നവർ ദുരുപയോഗപ്പെടുത്താറുണ്ട്. ഇല്ല, വല്ലാഹി ബദർ ആയുധവും തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല, ആദർശവും ആയുധവും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അവിടെ അല്ലാഹു തആല അവൻ്റെ വഅദ പൂർത്തീകരിച്ചു. ആദർശത്തെ അല്ലാഹ് ഏകപക്ഷീയമായി വിജയിപ്പിച്ചു. അസ്ബാബിനെ അല്ലാഹു തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതിനുവേണ്ടിയാണ് ബദർ ഉണ്ടായത്. 15 കൊല്ലം അഷ്റഫുൽ ഖൽക്ക് തൗഹീദിൻ്റെ ദഅവത്ത് നടത്തി. ഇത് മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതെ, കാര്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കണം നമുക്ക്. അതിനാണ് ഈ ഭൂമിയിൽ ഈ ബാപ്പയും മക്കളും ജീവിക്കുന്നത് തന്നെ. വേറെ ലക്ഷ്യങ്ങളൊന്നും നമുക്കില്ല, വേറെ താല്പര്യങ്ങളുമില്ല. മരിക്കുന്നത് വരെ ഷഹാദ ലൈവായി നിൽക്കണം. ഒരു കാരണവശാലും ഷഹാദത്ത് സസ്പെൻഡായി പോകാൻ പാടില്ല, ഷഹാദത്ത് ഡിസ്മിസ്സായി പോകാൻ പാടില്ല, ഷഹാദത്തിന് ഡാമേജുകൾ സംഭവിച്ച് ഉപയോഗശൂന്യമായി പോകാനും പാടില്ല. ഷഹാദ സഹിയായി കിടക്കണം.
നിസ്കാരത്തെ സഹിയാക്കാൻ നാം ശ്രമിക്കാറുണ്ട്, നോമ്പിനെ സഹിയാക്കാൻ നാം ശ്രമിക്കാറുണ്ട്, ഹജ്ജിനെ സഹിയാക്കാൻ നാം ശ്രമിക്കാറുണ്ട്. പരമാവധി ഷഹാദത്തിനെ സഹിയാക്കുന്ന വിഷയത്തിൽ മുസ്ലിം ലോകം വളരെ അശ്രദ്ധയിലാണ്. പ്രത്യേകിച്ച് ഷഹാദത്ത് എന്താണെന്നറിയാത്ത പണ്ഡിതന്മാർ, അവർ ഈ സമുദായത്തിന് നാശമാണ്. കാരണം ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ഇല്ലാതെ ദീനുൽ ഇസ്ലാം ഇല്ല. 15 കൊല്ലം ഈ കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ആരോട്? അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവാണ് റബ്ബെന്ന് അംഗീകരിക്കുന്ന, അള്ളാഹുവിൻ്റേതാണ് ഈ പരിശുദ്ധമായ കഅബാലയം എന്ന് അംഗീകരിക്കുന്ന, അള്ളാഹുവാണ് ഖാലിക്കും മാലിക്കും മുദബ്ബിറും എന്ന് അംഗീകരിക്കുന്ന, ഇബ്രാഹിമി മില്ലത്തും ശരീഅത്തും അനുസരിച്ച് അമാലുകൾ പ്രവർത്തിക്കുന്ന ഖുറൈശി സമൂഹത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹിലെ തൗഹീദാണ്. നാം പലപ്പോഴും പറയാറുള്ള വിഷയമാണല്ലോ. 40 കൊല്ലത്തോളം മുമ്പായി നമ്മൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. കഅബാലയത്തെ സാക്ഷിയാക്കിക്കൊണ്ട് കഅബത്തിൻ്റെ റബ്ബോട് അബൂജഹൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ യാ റബ്ബ ഹാദൽ ബൈത്ത്. ഞങ്ങൾ 2 സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുകയാണ്. ഒരു സംഘം ഹക്കാണ്, മറ്റേത് ബാത്തിലാണ്. ഹക്ക് ഏതാണോ അത് നിനക്കാണ് അറിയുക. അള്ളാഹുവിനോടാണ് അബൂജഹൽ സംസാരിക്കുന്നത്. അബൂജഹൽ ഉത്ബത്ത് ഷൈബത്ത് വാരർക്ക് നന്നായിട്ട് അറിയാം ഈ ഇബ്രാഹിം നബിൻ്റെ ജാറം, ഇസ്മായിൽ നബിൻ്റെ ജാറം, വദ്ദിൻ്റെ ജാറം, സുവായിൻ്റെ ജാറം, യഊഖ് യഊസിൻ്റെ ജാറം, ലാത്ത ഉസ്സ മനാത്തൻ്റെ ജാറം, അതൊക്കെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഉപകരണങ്ങൾ, വസീലകൾ മാത്രമാണ്. കാര്യങ്ങൾ ഇടപെട്ട് ശരിയാക്കേണ്ടത് അള്ളാഹുവാണെന്ന് നന്നായി വിശ്വസിക്കുന്നവനാണ് അബൂജഹൽ. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലെ ഷിയാക്കളെ പോലെ. അതുകൊണ്ട് തന്നെ ബദറിൽ ആ ഗൗരവമുള്ള സമയത്ത് അള്ളാഹുവിനോടാണ് ദുആ ചെയ്യുന്നത് അബൂജഹൽ. അല്ല എന്ന് ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. എത്രത്തോളം ഒരു കടുത്ത ഷീഈ മൊല്ല നമ്മളെ കേരളത്തിൽ ഇത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മറ്റവരെ കളിയാക്കാനാണ് അബൂജഹൽ അങ്ങനെ ചെയ്തത് എന്ന്. അള്ളാഹനെ വിളിച്ച് ദുആ ചെയ്തത് മുഹമ്മദ് നബിയെയും സഹാബത്തിനെയും പരിഹസിക്കാൻ, കളവാക്കാനാണ് അങ്ങനെ ചെയ്തത് എന്ന്, കളിയാക്കാൻ. പക്ഷെ അവരും പറയുന്നുണ്ട് അള്ളാഹുവിനെ തന്നെയാണ് വിളിച്ചത് എന്ന്. ആർക്കും ഒരു വ്യത്യാസമില്ല. ബദർ പടപ്പാട്ട് നടത്തുന്ന ഷീഈ മൊല്ലമാരുണ്ട് നാട്ടിൽ. അവരും ഈ വിഷയത്തിലെത്തുമ്പോൾ അബൂജഹൽ അള്ളാഹിനോട് തന്നെയാണ് ദുആ ചെയ്തത്. മുഹമ്മദ് നബിയും അനുയായികളും അള്ളാഹ് മാത്രം എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെയാണ് ഞങ്ങളും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടൊരു കളിയാക്കൽ സ്വഭാവത്തിലായിരുന്നു എന്ന് ഒരു ബദർ പടപ്പാട്ടുമല്ല പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അല്ല, അള്ളാഹുവാണ് റബ്ബ് എന്ന് നന്നായി വിശ്വസിക്കുന്നവനായിരുന്നു അബൂജഹലും പാർട്ടിയും. ആ അള്ളാഹിനോട് തന്നെയാണ് കഥ. അള്ളാഹു പറഞ്ഞ കാര്യമാണ്, അള്ളാഹു തആല പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിൽ അവരെ സ്വഭാവത്തെ സംബന്ധിച്ച്, കപ്പലിൽ യാത്ര ചെയ്യുകയും കാറ്റും കോളും വന്ന് കപ്പൽ തകരാറാകുമെന്ന് കാണുമ്പോൾ അവർ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഖുർആനാണ്. രക്ഷപ്പെട്ടാലോ ഫഇദാഹും യുശ്രികൂൻ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹിനോട് മാത്രം, ബുദ്ധിമുട്ടുന്ന അള്ളാഹ് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നന്ദി പറയൽ ജാറങ്ങളോടും. നമ്മുടെ കാലഘട്ടത്തിലെ അബൂജഹലിൻ്റെ അനുയായികൾ ബുദ്ധിമുട്ട് വന്നാലും ജാറങ്ങളോട് നന്ദി പറയലും ജാറങ്ങളോട്. ആരാണ് അപകടകാരികൾ? അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് ആ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങൾ അഹ്വനാണ് ഈ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങളെക്കാൾ എന്ന് പറയാൻ കാരണം അതാണ്. അള്ളാഹുവിനോടാണ് ദുആ ചെയ്തിട്ട് പോയത് അബൂജഹൽ. ഇതേ സമയത്ത് അഷ്റഫുൽ ഖൽക്ക് ബദറിൽ വെച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവേ, ഞാനൊരു ചെറിയ സംഘത്തെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഹാദാ ഖൗമുൻ ജിയാഉൻ ഫഅശ്ബിഉ, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സാധുക്കൾ.
വഹും ഉറാത്തുൻ ഫഅൽ, അവർക്ക് നീ ഭക്ഷണം കൊടുക്കണം അല്ലാഹുവേ, അവർക്ക് വയറ് നിറച്ച് ഭക്ഷണം നീ കൊടുക്കണം. വഹും ഉറാത്തുൻ ഫഅൽബിസ്ഹും, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരെയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അവർക്ക് നീ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കണം. വഹും ഹുഫാത്തുൻ ഫൻഅൽഹും, കാലിൽ ചെരുപ്പ് ധരിക്കാൻ നിവൃത്തിയില്ലാത്ത സാധുക്കളാണ് എൻ്റെ ഒന്നിച്ചുള്ളത്, നീ അവർക്ക് ചെരുപ്പ് ധരിപ്പിച്ചു കൊടുക്കണം. ഈ ഒരു സംഘം ഇവിടെ പരാജയപ്പെട്ടാൽ നിന്റെ തൗഹീദ് പറയാൻ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അള്ളാഹുവേ. നിന്നെ പറയാൻ ആരും ഉണ്ടാവില്ല, നിന്നെ അള്ളാഹുവിനെ പറയാൻ എപ്പോഴും ആളുണ്ടാവും. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കാൻ എപ്പോഴും ആളുണ്ടാവും. അള്ളാഹു മാത്രമെന്ന് പറയാൻ അത് വളരെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽക്കിൻ്റെ ദുആ സ്വീകരിച്ചു, അബൂജഹലിൻ്റെ ദുആവും സ്വീകരിച്ചു. എന്താണ് അബൂജഹൽ ദുആ ചെയ്തത്? രണ്ടാലൊരു പാർട്ടി, ഒന്ന് ഹക്കിലാണ്, മറ്റേത് ബാത്തില്ല. ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്ന് വിശദീകരിച്ചിട്ടില്ല അബൂജഹൽ. ഹക്കേത് ബാത്തിലേത് എന്ന് നന്നായി അറിയുന്നവൻ നീയാണ് അല്ലാഹുവേ. അതുകൊണ്ട് ബാത്തിലിനെ നീ തകർക്കുകയും ഹക്കിനെ വിജയിപ്പിക്കുകയും ചെയ്യണമേ. അള്ളാഹു ആണല്ലോ അബൂജഹലിൻ്റെ നാക്കിനെ ചലിപ്പിക്കുന്ന മുഹരിക്ക്. അള്ളാഹു കബൂൽ ചെയ്തു. അപ്പുറത്ത് അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്തു, അതും കബൂൽ ചെയ്തു. ഹക്കിനെ അള്ളാഹു തആല വിജയിപ്പിച്ചു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയേണ്ടത് 15 കൊല്ലമായി മുഹമ്മദ് മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാഹിലെ തൗഹീദ് ദഅവത്ത് ചെയ്യുകയാണ്. അത്രയും വർഷമായി അഷ്റഫുൽ ഖൽക്കിൻ്റെ ഗുരുകുലത്തിലെ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികൾ, സഹാബാക്കൾ, അവർ ഈ തൗഹീദ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഇവരുടെ മനസ്സിൽ കടന്നിട്ടുണ്ട് എന്ന് അല്ലാഹ്ക്ക് അറിയണം. അതിനുവേണ്ടിയാണ് ബദർ യുദ്ധം ഉണ്ടായത്. അല്ലെങ്കിൽ ആയുധമില്ലാത്തൊരു സമൂഹത്തോട് വധിക്കുന്ന യുദ്ധം ചെയ്യണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ ഏലാൻ ചെയ്യുകയായിരുന്നില്ലേ, ഞാൻ ബദറിലേക്ക് ഞാൻ പോകുകയാണ്, അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം വരുന്നുണ്ട്, അവരെ തടഞ്ഞു നിർത്തിയിട്ടൊരു മുന്നറിയിപ്പ് കൊടുക്കണം. താല്പര്യമുള്ളവരൊക്കെ വാ എന്നല്ലേ റസൂലുള്ളാഹി തങ്ങൾ അന്ന് പറഞ്ഞത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം പോയി, എല്ലാവരും പോയില്ല. അതുകൊണ്ട് 7 ഒട്ടകവും 2 കുതിരയും മാത്രം, കാര്യമായ ആയുധങ്ങളൊന്നുമില്ല. അവർ സാധാരണ ഉപയോഗിക്കുന്ന അറബികൾ അരയിൽ തൂക്കി നടത്തുന്ന കൈവാള് മാത്രം, അതും എല്ലായിടത്തും ഇല്ല. വഴിയിൽ വെച്ചല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽക്കിനോട് പറയുന്നത്, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫത്തൈനി അന്നഹാ ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി തകൂനു ലഹു. മുഹമ്മദ് നബി വിഷയം വേറൊരു വഴിക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അബൂ സുഫിയാൻ്റെ കച്ചവട സംഘത്തെയും നോക്കിക്കൊണ്ടാണല്ലോ നിങ്ങൾ വന്നത്. ആ കച്ചവട സംഘം രക്ഷപ്പെട്ടു കഴിഞ്ഞു. രണ്ടാലൊരു സംഘം എന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുകൾക്ക് ചിന്തിച്ചു, ആ 2 സംഘം ആരാണ്? വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫത്തൈൻ, 2 കൂട്ടം, 2 വിഭാഗം, 2 ബാച്ച്. ഇവിടെ ഒറ്റ ബാച്ചല്ലേ ഉള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂ സുഫിയാൻ്റെ കച്ചവട സംഘവും. നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ബാച്ച്, അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം മാത്രം. പിന്നെ 2 ഏതാണ്? 2ൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് ഞാൻ അധീനപ്പെടുത്തി തരും. ഏതാ രണ്ടാമത്തത്? ആരാ? പിന്നെ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം അന്വേഷണത്തിൽ കടൽ തീരം വഴി ജിദ്ദയിൽ വന്ന് മക്കത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നെ വേറെ ആരാണ്? അതെ, അബൂജഹലിൻ്റെ പട നിങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി വരുന്നുണ്ട്. അതാണ് 2ാമത്തെ സംഘം. 2 സംഘത്തിൽ 1 സംഘത്തെ തരുമെന്ന് പറയുമ്പോൾ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം പോയി. ഇനി ബാക്കിയുള്ളത് അബൂജഹലിൻ്റെ പടയാണ്.
അവരെ തരുമെന്നായിരിക്കുമല്ലോ ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം സഹബാക്കളെ അറിയിച്ചു. മദീനയിൽ നിന്ന് 100 മൈൽ അകലെ എത്തിയപ്പോഴാണല്ലോ ഈ വിഷയം. എന്തേ അല്ലാഹു തആല മദീനയിൽ വെച്ച് അറിയിച്ചില്ല? ചിലപ്പോൾ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ടാകും നബിയെ, അതുകൊണ്ട് ആയുധവും കൂടി കരുതിക്കോളൂ എന്നെന്തൊരു സൂചന പോലും കൊടുത്തില്ല. അള്ളാഹ്ക്ക് അറിയേണ്ടത് യുദ്ധം നടക്കുമോ ഇല്ലയോ എന്നുള്ള. യുദ്ധം നടന്നാൽ ആയുധം പോലും ഇല്ലാതെ മുസ്ലിമീങ്ങൾ മുഹമ്മദ് നബിൻ്റെ പിറകിൽ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ടോ, അഥവാ അള്ളാഹു വിഷയത്തിൽ ഇടപെട്ടിരിക്കും മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞാൽ എന്ന ആ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതവരെ മനസ്സിൽ തട്ടിയിട്ടുണ്ടോ, അഥവാ എക്കശക്ക് വരുന്നുണ്ടോ, ആയുധമില്ലാതെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടോ, ഇത് അള്ളാഹ്ക്ക് അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത് തവദ്ദൂന, കൂട്ടത്തിൽ ചിലർ, നമ്മൾ അബൂ സുഫിയാൻ്റെ കച്ചവട സംഘം നോക്കിയിട്ട് വന്നതല്ലേ നബിയെ, നമ്മൾ യുദ്ധത്തിനൊരുങ്ങി വന്നതല്ലല്ലോ, അതുകൊണ്ട് നമുക്കിപ്പം വേണോ എന്ന് ചോദിച്ചതിനെ പറ്റിയാണ് ആ പറഞ്ഞ വാക്ക്. വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകത്തി അന്നഹാ ലക്കും. ചെറിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അഷ്റഫുൽ ഖൽഖ് അത് അറിയിക്കുകയും ചെയ്തു. അവരും നേരെ പാകമായി ഒരുങ്ങിയില്ലേ. എന്താണ് അവരുടെ കയ്യിലുള്ളത്? അതെന്താ നമ്മൾ ആ രീതിയിൽ കാണാത്തത്? 2 കുതിരയും കൊണ്ട് ഒരു 1000-ഓളം വരുന്ന പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി 2 കുതിരയും കൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ OBC കൂട്ടം, അല്ലെങ്കിൽ ഇവിടുത്തെ ഉൽപ്പതിഷ്ണു കൂട്ടം, അല്ലെങ്കിൽ സയൻസ് റസൂലക്കാർ കളിയാക്കും. അതുകൊണ്ടാണ് ചരിത്രത്തെ അവർ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്. അത് വിഡ്ഢിത്തമല്ലേ? ഇവിടെ അള്ളാഹുവിൻ്റെ ഇടപെടലിനെ പറ്റി ആരും ആലോചിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ഇടപെടൽ, അതാണ് തൗഹീദിൻ്റെ കാമ്പ്. ഏത് വിഷയത്തിലും, അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 മാർക്കോടെ കാര്യത്തിൽ ജയിച്ചു. അൻസാരികളും മുഹാജിരിങ്ങളും 100 മാർക്കോടെ ജയിച്ചു. അള്ളാഹ്ക്ക് അറിയേണ്ടത് അള്ളാഹ് അറിഞ്ഞു. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ 100% പൂർത്തീകരിച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ സഹാബാക്കളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് അത്രേ അറിയേണ്ടതുള്ളൂ. അള്ളാഹു പ്രശ്നത്തിൽ ഇടപെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്നും 1000 അല്ലെങ്കിൽ 3000 അല്ലെങ്കിൽ പിന്നെ അതിന് ആവശ്യത്തിനനുസരിച്ച് മലക്കുകളെ ഇറക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശ്നം പരിഹരിച്ചു. ഇവിടെ ആയുധവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടാണ് യുദ്ധം നടന്നതെന്ന് പറയാൻ എന്താണ് ന്യായം? ഇല്ലാത്തൊരു കാര്യം എങ്ങനെയാണ് അങ്ങനെ പറയൽ? ഏതായുധം? 2 കുതിരയോ 7 ഒട്ടകമോ? അതും 300 ചില്ലറ ആൾ. അപ്പുറത്തുള്ളത് 1000-ഓളം പേര്. ഒരു ദിവസം 10 ഒട്ടകത്തെ അറുത്ത് തിന്നു. അവർ. എങ്കിൽ ഒട്ടകക്കൂട്ടങ്ങളുടെ കണക്കെത്രയായിരിക്കും? അതിനാണ് ബദറുണ്ടായത്. ഖിയാമത്ത് നാളെ വരെ ബദറുകൾ ഉണ്ടാകും. ആദർശവും ആയുധവും തമ്മിൽ ഏറ്റുമുട്ടാൻ അവസരങ്ങൾ ഉണ്ടാക്കും അല്ലാഹു തആല. അവിടെ അല്ലാഹു തആലക്ക് അറിയേണ്ടത് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ എത്രത്തോളം തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. തൗഹീദ് വിട്ട് അസ്ബാബിലേക്ക്, ബോംബിലേക്ക്, മിസൈലിലേക്ക്, സൈന്യത്തിലേക്ക് മനസ്സിൻ്റെ ആശ്രയത്വം ചെന്ന് പതിക്കുന്നുണ്ട് എന്ന് അല്ലാഹ്ക്ക് അറിയാൻ. ലിയമീസ് അല്ലാഹുൽ ഖബീസ മിനത് തയ്യിബ്. ശുദ്ധിയുള്ളതിൽ നിന്ന് ചീത്തയെ വേർതിരിച്ചറിയാൻ. അതാണ് അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് ഉഹുദിലെത്തിയല്ലോ. ഉഹുദിലെ ഫസ്റ്റ് റൗണ്ട് മുസ്ലിമീങ്ങൾക്ക് അനുകൂലം. എന്താ കാര്യം? ആദർശവും ആയുധവും തമ്മിലായിരുന്നു ആദ്യത്തെ റൗണ്ട് ഏറ്റുമുട്ടൽ. അള്ളാഹ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു. ഫസ്റ്റ് റൗണ്ട് മുഅ്മിനീങ്ങൾക്ക് അനുകൂലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളുടെ മനസ്സിൽ ഭയമിട്ട് കൊടുത്തു. ഓടിയവര്. സെക്കൻഡ് റൗണ്ട് മുസ്ലിമീങ്ങൾക്ക് കനത്ത പരാജയം ഏറ്റെടുക്കേണ്ടി വന്നു. എന്താ കാര്യം? ഖുറൈശികൾ ഇട്ടേച്ചു പോയ യുദ്ധസാമഗ്രികൾ, വാള്, കുന്തം, പരിച, അതൊക്കെ പെറുക്കിക്കൂട്ടുന്ന കാര്യത്തിൽ സഹാബാക്കൾ വ്യാപൃതരായപ്പോൾ തൊട്ടടുത്തുള്ള മലയിൽ 50 ആളെ റസൂലുള്ളാഹി പറഞ്ഞിട്ട് നിർത്തിയതാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞാലേ നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ എന്ന്. അവർ സ്വന്തം ഹവയനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചു. സ്വന്തം താല്പര്യമനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ചു അവർ. യുദ്ധം കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനാണല്ലോ നിബിധങ്ങൾ നമ്മളിവിടെ നിർത്തിയത്. ആവശ്യം കഴിഞ്ഞല്ലോ, ഇപ്പം യുദ്ധം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി വളരെ ശക്തവും തീവ്രവുമായി നടപ്പിലാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ അവർ പൊട്ടി.
അവരിറങ്ങി വന്നു. എന്താ സംഭവിച്ചത്? അള്ളാഹു അറിയാതെയാണോ കാര്യങ്ങൾ നടന്നത്? ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യം മറുഭാഗത്തു കൂടി വരുന്നത് അള്ളാഹു അറിയില്ലേ? അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇവിടെ അഷ്റഫുൽ ഖൽക്കും സഹാബാക്കളും വളരെ സമാധാനമായി നിൽക്കുന്നതും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയില്ല? ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യത്തിന് വരാൻ അള്ളാഹു തആല അവസരമുണ്ടാക്കി കൊടുത്തില്ലേ? അതോ അള്ളാഹു അറിയാതെയാണ് ഖാലിദ് ബിൻ വലീദ് വരുന്നത് എന്ന് പറയാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെയാണ് ഖാലിദ് ബിൻ വലീദിന്റെ പട്ടാളം, അല്ലെങ്കിൽ അള്ളാഹ് നിയന്ത്രിച്ചതിനെ മുഹമ്മദ് നബിക്ക് വേണ്ടി, സഹാബാക്കൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്നെങ്ങാനും പറയാൻ ആരെങ്കിലും കൂട്ടാക്കുമോ? യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനാണ് ബാത്തിലിൻ്റെ ശക്തികളെ വിജയിപ്പിക്കാൻ ഷിർക്കിൻ്റെ അഹ്ലുകാരെയും ബിദ്അത്തിൻ്റെ അഹ്ലുകാരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് അത്തരം വളച്ചുകെട്ടലുകൾ? ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യം മലയുടെ മറുഭാഗത്തുകൂടി വന്നു. അവർക്ക് ധൈര്യം ഇട്ട് കൊടുത്തു അല്ലാഹ്, അവരെ മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു അല്ലാഹ്. അവരിറങ്ങിയിരിക്കുകയാണ് പിറകിലൂടെ ഉപദ്രവിക്കാമെന്ന്. അള്ളാഹിൻ്റെ സഹായം ഇല്ലാതെ ബാത്തിലും ഹക്കും രണ്ടും നടക്കൂലല്ലോ. ബാത്തിലായാലും ഹക്കായാലും അള്ളാഹിൻ്റെ സഹായം ഇല്ലാതെ നടക്കൂലല്ലോ. ഹിദായത്തും ദലാലത്തും അള്ളാഹിൻ്റെ കയ്യിലല്ലേ? ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യം വരുമ്പോൾ ഏകപക്ഷീയമായിട്ട് അള്ളാഹു തലക്ക് കൈകാര്യം ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അഷ്റഫുൽ ഖൽക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ കുതിരയുടെ പിറകെ പിന്തുടർന്ന് നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി പിന്തുടർന്ന സുറാക്കയുടെ കുതിരയുടെ കാല് അല്ലാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞില്ലേ? നിഷേധിക്കാൻ നോക്കുമോ? എടോ, സുറാക്കിന്റെ കുതിരയെ ഭൂമി വിഴുങ്ങിയില്ലേ? രക്ഷപ്പെട്ടു, വീണ്ടും ഓടി, അപ്പോഴും വിഴുങ്ങിയില്ലേ? എന്തേ ഖാലിദ് ബിൻ വലീദിന്റെ കുതിരയെ അല്ലാഹു തആല വിഴുങ്ങിപ്പിച്ചില്ല ഭൂമിയെ കൊണ്ട്? അതെന്താ കുട്ടി വായിക്കാൻ നമുക്ക് കഴിയാത്തത്? നമുക്ക് തൗഹീദ് അറിയാത്തതുകൊണ്ട്, വല്ലമാർക്കടക്കം തൗഹീദ് അറിയാത്തത് കൊണ്ട്, ഭാഗ്യമായ അസ്ബാബുകളെ വെച്ചുകൊണ്ട് മാത്രം ദീനുൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ പഠിച്ച ഷീഈ മൊല്ലമാർക്ക് ഇത് മനസ്സിലാകാൻ ഇനിയും സമയമെടുക്കും. ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഈമാൻ നമുക്കുണ്ടല്ലോ. സുറാക്കയുടെ കുതിരയെ ഭൂമി വിഴുങ്ങി എന്നത് നമ്മൾ രാഘുലാപാനം പ്രസംഗിക്കാറുണ്ടല്ലോ. ഒരു തവണയല്ല, 2 തവണ, 3-ാമത്തെ തവണയല്ലേ സുറാക്ക തിരിച്ചു പോകാൻ തീരുമാനിച്ചത്? അപ്പോഴല്ലേ അള്ളാൻ്റെ റസൂൽ പറഞ്ഞത് റോമിൻ്റെ വള നിനക്ക് കിട്ടുമെന്ന്? ആമ്പളയല്ലേ ഖത്താബിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു റോമിൽ ജയിച്ചു വന്നപ്പോൾ ആട്ടെ കൊട്ടാരത്തുനിന്ന് കൊണ്ടുവന്ന വളയിൽ നിന്നൊരു വളയെടുത്തിട്ട് സുറാക്കയുടെ കയ്യിലിട്ട് കൊടുത്തത്? ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന നാം എന്തേ ഈ വിഷയത്തിൽ മാത്രം നാം ചരിത്രം മാറ്റിവെക്കുന്നു? എന്തുകൊണ്ട് ഖാലിദ് ബിൻ വലീദിന്റെ കാര്യത്തിൽ അല്ലാഹു തആല ഇടപെട്ടില്ല? അബൂ സുഫിയാന്റെ കാര്യത്തിൽ എന്തേ ഇടപെട്ടില്ല? അല്ലാഹു തആലക്ക് അഷ്റഫുൽ ഖൽക്കിനെയും സഹാബാക്കളെയും സഹായിക്കാൻ ഏകപക്ഷീയമായി ഖാലിദ് വലീദിന്റെ സൈന്യത്തിന്റെ കുതിരകളെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാമായിരുന്നില്ലേ? എന്നിട്ട് നിബിതങ്ങൾക്ക് വിവരം കൊടുക്കാമായിരുന്നില്ലേ? ഇതാ അവർ പിറകിലൂടെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളണം. ഒന്നും ചെയ്തില്ലല്ലോ അല്ലാഹ്. ചെയ്തെങ്കിൽ ചെയ്തെന്ന് പറ. ഇത് വെറുതെ ശൈലി രോഗം പിടിച്ചിട്ട് വന്നാൽ സംഗതി നടക്കൂല. ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന വിഷയങ്ങൾ അസ്ബാബിലേക്ക് നീക്കിയിട്ട് സംസാരിച്ച് പാവപ്പെട്ട സാധാരണക്കാരൻ്റെ മനസ്സിനെ അലങ്കോലമാക്കാൻ എന്തിനാണ് ഈ ഷീഈ മൊല്ലന്മാർ തയ്യാറാകുന്നത്? കാര്യങ്ങൾ കൃത്യമായി അള്ളാഹുവിലാണ് വിശ്വാസമെങ്കിൽ അള്ളാഹിൻ്റെ ഇടപെടൽ പറഞ്ഞ് ധൈര്യം കൊടുക്കൻ. റസൂലുള്ളാഹി തങ്ങളിലാണ് വിശ്വാസമെങ്കിൽ സുന്നത്തുകളെ കൊണ്ട്, അഅമാലുകളെ കൊണ്ട് അഹ്വാലുകളെ മാറ്റാൻ വേണ്ടി പറഞ്ഞു കൊടുക്കൻ. വല്ലാഹി അസ്ബാബുകളെ കൊണ്ട് ഹാലാത്തുകളെ മാറ്റാൻ കഴിയില്ല. അതെന്ത് വലിയ പ്രശ്നമായിരുന്നാലും ശരി, യുദ്ധത്തോട് യുദ്ധമായിരുന്നാലും ശരി, അസ്ബാബുകളെ കൊണ്ട് ഹാലാത്തുകൾ മാറ്റാൻ മുസ്ലിമീങ്ങൾക്ക് കഴിയില്ല. അഅമാലുകളെ കൊണ്ട് മാത്രമേ ഹാലാത്തുകളെ മാറ്റാൻ കഴിയുള്ളൂ. മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്ത് അതാണ്. അള്ളാഹുവിൻ്റെ സുന്നത്ത് അതാണ്. അമലുകളെ കൊണ്ട്, അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുള്ള അമൽ, മുഹമ്മദുർ റസൂൽ അനുസരിച്ചുള്ള അമൽ, എന്നിട്ട് അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുക വിഷയത്തിൽ അസ്ബാബുകൾ ഇല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാൻ അള്ളാഹു മതിയായവനാണ് എന്ന് അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എതിരാളികളെ അള്ളാഹു തആല വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ചില്ലേ? അള്ളാഹിൻ്റെ ഗോഡൗണിൽ ഇപ്പോഴും വെള്ളപ്പൊക്കമില്ലേ? ആദിൻ്റെ സമൂഹത്തെ അള്ളാഹു തആല കൊടുങ്കാറ്റിൽ നശിപ്പിച്ചില്ലേ? അള്ളാഹിൻ്റെ ഗോഡൗണിൽ ഇപ്പോഴും കൊടുങ്കാറ്റില്ലേ? സമൂത് ശക്തികളെ അല്ലാഹു തആല ഭൂകമ്പത്തിൽ നശിപ്പിച്ചില്ലേ? ഇപ്പോഴും അള്ളാഹുവിൻ്റെ ഗോഡൗണിൽ ആ ഭൂകമ്പമില്ലേ? മൂസ നബിന്റെ ഖൗമിനെ അല്ലാഹു തആല കടലിൽ മുക്കിക്കൊന്നില്ലേ? അക്കടൽ ഇപ്പോഴും അള്ളാഹുവിൻ്റെ കയ്യിലില്ലേ?
അബാബിൽ പക്ഷികളെ ഉപയോഗിച്ച് അബ്രഹത്തിൻ്റെ പട്ടാളത്തെ അല്ല കൈകാര്യം ചെയ്തില്ലേ? ആ അബാബിൽ പക്ഷികൾ ഇപ്പോഴും അള്ളാൻ്റെ ഗോഡൗണിലില്ലേ? എന്താ അള്ളാഹ് ശക്തനാണോ? അള്ളാഹ് ആജിസാണോ? ഇപ്പോൾ അതുകൊണ്ടാണോ നാം അള്ളാഹുവിനെ മറികടന്ന അസ്ബാബുകളെ പിന്നാലെ പോകാൻ പറയുന്നത്? തൗഹീദ് സഹിയാക്കിയേ പറ്റൂ. വളരെ കടുകടുത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ മുസ്ലിമീങ്ങൾ? ദുആന്റെ കുറവ് കൊണ്ടാണോ? സുന്നത്തിൻ്റെ കുറവ് കൊണ്ടാണോ? റസൂലുള്ളാഹി തങ്ങൾ ഹദ്റത്തിലില്ലേ? അഷ്റഫുൽ ഖൽഖ് ഒന്നിച്ചില്ലേ? ബദറിൽ ജയിച്ച ബദരീങ്ങൾ ഒന്നിച്ചില്ലേ? എന്തേ ബദരീങ്ങളെ കൊണ്ട് ഉഹദിൽ ജയിക്കാൻ പറ്റിയില്ല? എന്തേ ബദരീങ്ങളെ കൊണ്ട് ഉഹദിൽ ജയിക്കാം? ജീവിച്ചിരിക്കുന്ന ബദരീങ്ങൾക്ക് പോലും സ്വന്തം ജയിക്കാൻ പറ്റുകയില്ലെങ്കിൽ ഷഹീദായിപ്പോയി ബർസഖിൻ്റെ ലോകത്ത് ജീവിക്കുന്ന ബദരീങ്ങളെ കൊണ്ട് 1400 കൊല്ലത്തിന് ശേഷം 50 ബദരീങ്ങളെ പേര് കടലാസിലെഴുതി വീട്ടിൻ്റെ മോന്തായത്തിൽ കെട്ടിത്തൂക്കിയാൽ കള്ളം കയറൂല എന്നുള്ള വിശ്വാസം ആരുടെ വകയാണ്? ജീവിച്ചിരിക്കുന്ന ബദരീങ്ങളെ വീട്ടിൽ തന്നെ കള്ളം കയറി. ആണോ ബർസഖിലേക്ക് പോയ ബദരീങ്ങളെ പേര് കൊണ്ട് കള്ളം കയറാതിരിക്കാൻ? സാധാരണക്കാരനെ പറ്റിക്കാൻ പറ്റും, വികാരജീവികളെയും പറ്റിക്കാൻ പറ്റും, ആദർശവാദികളെ പറ്റിക്കാൻ പറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അല്ലാഹു തആല ഒരു കനിവ് ആ സമയത്ത് കാണിച്ചില്ലല്ലോ. എന്താ കാര്യം? സൂറത്തു ആലി ഇംറാൻ അല്ലാഹു തആല വിശദീകരിച്ചല്ലോ. ദുനിയാവിനെ ആഗ്രഹിച്ചു ഒരു ചെറിയ സംഘം, 50 പേരേ ഉള്ളൂ. അവർ ദുനിയാവിൻ്റെ മത്താളുകളെ യുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയ, ഭൗതിക വിഭവങ്ങൾ സംഭരിക്കുന്ന കാര്യത്തിലായിരുന്നു അവരുടെ ശ്രദ്ധ. അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ എന്താ സംഭവിച്ചത്? അല്ലാഹു തആല തിരിഞ്ഞു കളഞ്ഞു, ഉത്തരവാദിത്തം വിട്ടു. ഉത്തരവാദിത്തം വിട്ടപ്പോൾ അസ്ബാബ് ജയിച്ചു. ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിലുള്ള അസ്ബാബുകൾ ജയിച്ചു. അള്ളാഹിൻ്റെ സുന്നത്ത് അങ്ങനെയാണ്. കൗനിയായ വിഷയത്തിൽ അള്ളാഹിൻ്റെ സുന്നത്ത് അസ്ബാബുകളെ പരിഗണിക്കുക എന്നുള്ളതാണ്. ശർഈയായ വിഷയത്തിൽ അഅമാലുകളെ പരിഗണിക്കുക എന്നുള്ളതാണ്. അത് ഫലസ്തീൻ്റെ കാര്യത്തിലായാലും ഭൂലോകത്തിൽ ഏത് വിഷയത്തിലായാലും അല്ലാഹു തആല അങ്ങനെ നോക്കുകയുള്ളൂ. അസ്ബാബുകളെ കൊണ്ട് ഒരു കാര്യവും നിയന്ത്രിക്കാൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു തആല ഇടപെടുന്നത് അഅമാലുകളെ നോക്കിക്കൊണ്ടാണ്. അഅമാൽ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹിക്കുള്ള ഷഹാദ. ആ ഷഹാദ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കുക. അല്ലാത്ത ഒരു വിഷയത്തിലും മുസ്ലിമീങ്ങൾക്ക് ഈ ഭൂലോകത്ത് ജയിക്കാൻ കഴിയില്ല. തീർച്ചയിൽ തീർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ 2 വിഷയങ്ങളെ വേർതിരിച്ചു പറഞ്ഞില്ലേ സൂറത്തു തൗബയിൽ? എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന ഖസാദഹാ വ മസാകിനു തർലൗനഹാ. 8 കൂട്ടം കാര്യങ്ങൾ. ഈ പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങളാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, ഈ 8 കാര്യങ്ങളെ നിലനിർത്തുക എന്നതാണ് നിങ്ങളുടെ വികാരമെങ്കിൽ, അങ്ങനെ അഹബ്ബയിലേക്കും നിങ്ങളുടെ ബാപ്പ, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ, തിജാറത്തുൻ തഖ്ശൗന ഖസാദഹ, നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ പേടിക്കുന്ന, കൊള്ളയടിക്കപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്ന, ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും തകർത്ത് കളയുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, മസാക്കിനു തർലൗനഹ, നിങ്ങളുടെ ബംഗ്ലാവുകൾ, ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ബുൾഡോസർ വെച്ച് കളയുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ ബംഗ്ലാവുകൾ, ഇതൊക്കെയാണ് നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ വൈകാരികതയെങ്കിൽ, നിങ്ങളുടെ വികാരം ഈ 8 കൂട്ടം കാര്യങ്ങൾ നിലനിർത്തുക എന്നതാണെങ്കിൽ, അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫി സബീലി, വേറൊരു 3 ഘട്ടം കാര്യങ്ങളെക്കാൾ, 8 3 11 കാര്യങ്ങളല്ലേ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആദ്യം പറഞ്ഞ 8 കാര്യങ്ങൾ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? രണ്ടാമത് പറഞ്ഞ 3 കാര്യങ്ങൾ ആദർശവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ആദ്യം പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങൾ മനുഷ്യൻ്റെ വൈകാരികതയുമായി ബന്ധപ്പെട്ടതാണ്. ബാപ്പാനോടുള്ള സ്നേഹം അതൊരു വൈകാരമാണ്, മക്കളോടുള്ള സ്നേഹം അതൊരു വികാരമാണ്, ഭാര്യയോടുള്ള സ്നേഹം അതൊരു വികാരമാണ്,
താൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് നിങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളെ മുതൽ അതൊരു വികാരമാണ്. ആരെങ്കിലും നഷ്ടപ്പെടുത്തി കളയുമോ, തകർന്നു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ ബിസിനസ് അതൊരു വികാരമാണ്. മസാക്കിനു തർലൗനഹ, നിങ്ങൾ പൊരുത്തപ്പെട്ട് സ്നേഹിച്ച് സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, കൊട്ടാരങ്ങൾ, ബംഗ്ലാവുകൾ അതൊരു വികാരമാണ്. ആവശ്യങ്ങൾക്ക് വൈകാരികതയുണ്ടാകും തീർച്ചയായിട്ടും. പക്ഷെ ആ വികാരം മിനല്ലാഹി, അള്ളാഹിനോടുള്ള വികാരത്തെക്കാൾ, താല്പര്യത്തെക്കാൾ, വറസൂലിഹി, അള്ളാഹിൻ്റെ റസൂലിനോടുള്ള താല്പര്യത്തെക്കാൾ, ജിഹാദിൻ ഫി സബീലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് മുഹമ്മദുർ റസൂൽ അനുസരിച്ചുള്ള ഷഹാദ നിലനിൽക്കുന്നതിനാവശ്യമായ ത്യാഗ പരിശ്രമങ്ങളെക്കാൾ. എന്താണ് ത്യാഗ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ജിഹാദ്? ജിഹാദിന് ആരാണ് ആയുധം കൊണ്ടുള്ള യുദ്ധം എന്നർത്ഥം വെച്ചത്? ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായിട്ട് മക്കളെ പറഞ്ഞിട്ടുണ്ട്. സാദുൽ മഅദിൽ അൽ ജിഹാദു അലാ അർബഅത്തി അഖ്സാം. ജിഹാദ് 4 വകുപ്പാണ്. അതിലൊന്നാമത്തത് ജിഹാദുൻ നഫ്സ്, രണ്ടാമത്തത് ജിഹാദു ശൈത്താൻ, മൂന്നാമത്തത് ജിഹാദുൽ മുനാഫിഖീൻ, നാലാമത്തത് ജിഹാദുൽ കുഫാർ. ഈ 4 ജിഹാദിൽ വെച്ച് ഏറ്റവും അഹ്വനായ ജിഹാദ്, ഏറ്റവും മൃദുലമായ നോർമൽ ജിഹാദ് കാഫിരീങ്ങളോട് ആയുധങ്ങൾ വെച്ചുകൊണ്ടുള്ള ജിഹാദാണ്. ജിഹാദിൽ വെച്ച് അഷദ്ദുൽ ജിഹാദ് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. അല്ലേ? പറയപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ ജിഹാദ് ഒന്ന് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്, രണ്ടാമത്തത് ശൈത്താനോടുള്ള ജിഹാദ്. ഈ 2 ജിഹാദ് ഫർള് ഐനാണ്. ഈ 2 ജിഹാദ് ഫർള് ഐനാണ്. ഓരോ വ്യക്തിയും നിർബന്ധമായും ചെയ്തിരിക്കണം. 2-3 ജിഹാദുകൾ ഫർള് കിഫായിയാണ്. ജിഹാദുൽ മുനാഫിക്കിൻ, ഉള്ളകത്തുള്ള കപടന്മാരോടുള്ള ജിഹാദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുക, ശിർക്കിനെ സപ്പോർട്ട് ചെയ്യുക. മുഹമ്മദ് റസൂലുള്ളാഹിയെ അംഗീകരിക്കുക, ബിദ്അത്തിനെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് മുനാഫിക്കുകൾ. ഉമ്മത്തിന്റെ ഉള്ളകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്ത് വഞ്ചിച്ചവർ, ചതിച്ചവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തു, ജാറങ്ങളെ കൊണ്ട് അതിനെ അവർ വഞ്ചിച്ചു, ചതിച്ചു. മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തു, തരീഖത്തുകളെ കൊണ്ടും ഷെയ്ഖുകളെ കൊണ്ടും അത് ചതിച്ചു. ഈ ചതിയന്മാർ, അവരോട് ജിഹാദ് ആവശ്യമാണ്. എങ്ങനെയായിരിക്കണം ആ ജിഹാദ്? ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചു. ബി അഖ്ലാമിൽ ഉലമാഇ വഅൽസിനതിഹിം, ഉലമാക്കളുടെ പേനകളെ കൊണ്ടും നാവുകളെ കൊണ്ടും. മുനാഫിക്കുകളോടുള്ള ജിഹാദ് പേനകളും നാവുകളും. ഉള്ളകത്തുള്ളവരെ കൈകാര്യം ചെയ്യേണ്ട രീതി അതാണ്. ആദർശത്തെ ആദർശം കൊണ്ട് വേണം നേരിടാൻ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ജിഹാദ് വിശദീകരിച്ചിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ്. ജിഹാദുൻ നഫ്സ്, ഇവിടെ എല്ലാം യുദ്ധം എന്നർത്ഥം വെച്ച സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യലോ. ഷെയ്ത്താനോട് യുദ്ധം ചെയ്യാൻ ആരെ കൊണ്ടാ പറ്റുക? കൂട്ടരെ, ഷെയ്ത്താൻ തീ കൊണ്ടുണ്ടാക്കിയതല്ലേ? ബോംബ് പൊട്ടിച്ചാൽ ഷെയ്ത്താൻ മരിക്കുമോ? ഓൻ തീയല്ലേ കാര്യം? ബോംബും തീ, ഷെയ്ത്താനും തീ. മിസൈല് തീ, ഷെയ്ത്താനും തീ. ബോംബിട്ടിട്ട് ഷെയ്ത്താനെ കൊല്ലാൻ പറ്റുമോ? മിസൈലിട്ടിട്ട് ഷെയ്ത്താനെ കൊല്ലാൻ പറ്റുമോ? ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, നഫ്സിനോടുള്ള ജിഹാദ് 4 കാര്യങ്ങളാണ്. ഒന്ന്, അൻ യുജാഹിദഹ അലാ തഅല്ലുമിൽ ഹുദാ. 2, അൻ യുജാഹിദഹ അലൽ അമലി ബിഹി. 3, അൻ യുജാഹിദഹ അല ദഅവതി ഇലൈഹി. 4, അൻ യുജാഹിദഹ അല സ്വബരി അലാ മാ അസാബ ഇലൈഹി. കൃത്യമല്ലേ കാര്യം? അതാണ് ജിഹാദ്, ഏറ്റവും വലിയ ജിഹാദ്. ഏറ്റവും വലിയ ജിഹാദ് സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്. അൻ യുജാഹിദഹ, ശരീരത്തോട് ജിഹാദ് ചെയ്യുക. എന്തിനു വേണ്ടി? അലാ തഅല്ലുമിൽ ഹുദാ, ഹുദയും നൂറും പഠിച്ചെടുക്കാൻ, ഇൽമിൻ്റെ വഴിയിലുള്ള ജിഹാദ്. എന്താണ് ഹുദ? അല്ലാഹു തആല പറഞ്ഞു, ഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ. എന്താണ് ഹിദായത്ത്? ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കാനുള്ള മാനസികാവസ്ഥ അവന് ഹിദായത്ത് കിട്ടിയവനാണ്. ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനൊപ്പം മറ്റുള്ളവരും അവൻ ദലാലത്ത് കിട്ടിയവനാണ്. ഹിദായത്തും ദലാലത്തിനും അങ്ങനെ വേണം മനസ്സിലാക്കിയെടുക്കാൻ.
എന്താണ് ഹിദായത്തിൻ്റെ മഅന? ഇറാഅത്തു തരീഖ് അൽ ഈസാറുൽ മഖ്സദ്. അല്ലാഹ് മാത്രം എന്ന വഴിയിൽ പ്രവേശിക്കുക, വഴി കണ്ടെത്തുക. 2, അള്ളാഹു മാത്രം എന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക. ഇതാണ് ഹിദായത്ത്. ലലാലത്തോ അടുക്കള തൊട്ടങ്ങാടി വരെ അതിൻ്റെ അപ്പുറത്ത് ലോകം മുഴുവനും അള്ളാഹു അല്ലാത്ത മറ്റു പലതിനെ കൊണ്ടും കാര്യങ്ങൾ നേടുമെന്ന് മാനസികമായൊരവസ്ഥ വന്നുപോയാൽ അവൻ ലലാലത്തിലാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത്, അതെ, തൗഹീദ് പഠിക്കാനുള്ള പരിശ്രമം, റിസാലത്ത് പഠിക്കാനുള്ള പരിശ്രമം. അല്ലാഹ് ഉണ്ട് എന്ന് പഠിക്കാനല്ല ഇൽമ്, അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പഠിക്കാനാണ് ഇൽമ്. അബൂജഹൽ ദുആ ചെയ്ത അള്ളാഹിനോട്, മുഹമ്മദ് നബി ദുആ ചെയ്ത അള്ളാഹിനോട്. അബൂജഹലിന്റെ ദുആ അള്ളാഹുവോടൊപ്പം മറ്റു പലരും ഉണ്ടെന്ന വിശ്വാസത്തോടെ. അഷ്റഫുൽ ഖൽഖിന്റെ ദുആ അള്ളാഹുവോടൊപ്പം ആരുമില്ല, അല്ലാഹ് മാത്രം എന്ന വിശ്വാസത്തോടെ. ഈ മാത്രം എന്ന പ്രയോഗത്തിലാണ് ബദ്ർ നടന്നത്. ഈ മാത്രം എന്ന പ്രയോഗത്തിലാണ് ബദ്ർ നടന്നത്. അള്ളാന്റെ കാര്യത്തിലല്ല ബദ്ർ നടന്നത്. അബൂജഹൽ അള്ളാന്റെ ആളാണ്, മുഹമ്മദ് നബി അള്ളാന്റെ ആളാണ്. അബൂജഹൽ അള്ളഹാനോടൊപ്പം ലാത്തന്റെയും ഉസ്സന്റെയും ആളാണ്. അഷ്റഫുൽ ഖൽഖ് അള്ളഹാനോടൊപ്പം അള്ളാന്റെ മാത്രം ആളാണ്. ഈ മാത്രം തമ്മിലാണ് യുദ്ധം നടന്ന ബദറിൽ. ആ മാത്രത്തെയാണ് അള്ളാഹു തആല ജയിപ്പിച്ചു കൊടുത്തത്. അല്ലേ? വളരെ കൃത്യമായിട്ട് തന്നെയല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം നമ്മളെ വിശദീകരിച്ചു തന്നിരിക്കുന്നത്. നിങ്ങളുടെ വൈകാരിക വിഷയങ്ങൾ അതിനെടുത്ത് ഉദ്ധരിച്ചു അള്ളാഹു തആല. ആദർശവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ രണ്ടാമത് പറഞ്ഞു. അള്ളാഹുവിനേക്കാൾ, അള്ളാന്റെ റസൂലിനേക്കാൾ, അള്ളാഹിനെയും റസൂലിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്ന വിഷയം സ്വന്തം താല്പര്യമായി മാറ്റി പ്രവർത്തിക്കുന്നതിനേക്കാൾ ജിഹാദ്. ജിഹാദിന് തെറ്റായ അർത്ഥം വെച്ചില്ലേ ഷിയാക്കൾ? ഓറിയന്റലിസ്റ്റുകൾ കൊടുത്ത അർത്ഥമല്ലേ അത്? ജിഹാദ് കൊണ്ടാണ് ഇസ്ലാം ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ, ആയുധം കൊണ്ടാണ് ഇസ്ലാം ഉണ്ടായെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓറിയന്റലിസ്റ്റുകളല്ലേ ആദ്യമായി ജിഹാദിന് യുദ്ധം എന്നർത്ഥം വെച്ചത്? അതിന് ഖിത്താൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ. ഖിത്താൽ ഉപയോഗിച്ചിട്ടുണ്ട്, ജിഹാദ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഉലമാക്കൾ പറഞ്ഞത് ജിഹാദിനെ ആയുധം കൊണ്ടുള്ള യുദ്ധത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്ന്. അത് വ്യാപകമായ അർത്ഥമുള്ളതാണെന്ന്. അത് ഏറ്റവും വലിയ ജിഹാദ്. നഫ്സോടുള്ള രണ്ടാമത്തെ ജിഹാദ് എന്താണ്? നാം ഹിദായത്ത് പഠിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശരീരത്തെ പര്യാപ്തമാക്കുക. തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ, റിസാലത്തനുസരിച്ച് ജീവിക്കാൻ ശരീരത്തെ പാകമാക്കിയെടുക്കുക. അത് വലിയ ജിഹാദാണ്. മൂന്നാമത്തത് പഠിക്കുകയും അമൽ ചെയ്യുകയും ചെയ്ത വിഷയം ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തെ പാകമാക്കിയെടുക്കുക. അതിനുവേണ്ടി പരിശ്രമിക്കുക ശരീരത്തെ, അതിനുവേണ്ടി ത്യാഗം ചെയ്യിപ്പിക്കുക ശരീരത്തെ. നാലാമത്തത് ദഅവത്തിന്റെ സന്ദർഭത്തിൽ ഏൽക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ മുഴുവനും ക്ഷമിക്കാൻ ശരീരത്തെ ശീലിപ്പിക്കുക. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലേ? എന്നാണ് ലോകത്ത് നാം കാണുന്നത്? ആവശ്യങ്ങളോടുള്ള വൈകാരികതയാണോ മുൻതൂക്കം? ആദർശത്തോടുള്ള ചിന്തയാണോ മുൻതൂക്കം? ബാപ്പാക്കൊരു കുഴപ്പവും വരാൻ പാടില്ല, അള്ളാഹ് എന്തായാലും കുഴപ്പമില്ല. മക്കൾക്കൊരു കുഴപ്പവും വരാൻ പാടില്ല, റസൂൽ എന്തായാലും കുഴപ്പമില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും സ്വന്തക്കാർക്കും ഒരു പ്രശ്നം വരാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ദീൻ എന്തായാലും പ്രശ്നമില്ല. അല്ലേ? ഏതടിസ്ഥാനത്തിലാണ് ഇറാനിയൻ ഷിഈയത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്തുള്ള ഭൂരിപക്ഷത്തിന് കഴിഞ്ഞത്? ഈ പറയപ്പെട്ട ആദ്യം പറഞ്ഞ 8 കൂട്ടത്തിൻ്റെ കാര്യത്തിലാണോ അതോ രണ്ടാമത് പറഞ്ഞ 3 ഊരത്തിൻ്റെ കാര്യത്തിലാണോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളൊരാളും മൂമിനാകുകയില്ല, ഹത്താ അകൂന ഇലൈഹി, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ. ആരേക്കാൾ? മിൻ വാലിദിഹി, മാതാപിതാക്കളെക്കാൾ, വ വലദിഹി, മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ഭൂലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടവരാകുന്നത് വരെ നിങ്ങൾ മൂമിനാവൂല എന്ന്. അല്ലാഹു അക്ബർ. ഷിയാക്കൾ അഷ്റഫുൽ ഖൽഖിനെ ചീത്ത പറഞ്ഞില്ലേ? അത് സഹിക്കാൻ മൂമിന് കഴിയുമോ?
അല്ലാഹു തആലക്ക് തെറ്റിപ്പോയതാണ്, ജിബ്രീലിന് മാറിപ്പോയതാണ്, അള്ളാഹ്ക്ക് തെറ്റിപ്പോയതാണ്. അലിയിന് കൊടുക്കേണ്ട വഹി മുഹമ്മദിന് കൊടുത്തത് അള്ളാഹ്ക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞില്ലേ ഷിയാക്കൾ? ജിബ്രീലിന് തെറ്റുപറ്റിയതാണ്, മുഹമ്മദിന് അലിയിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് മുഹമ്മദിന് മാറിക്കൊടുത്തതാണ് ജിബ്രീൽ എന്ന് പറഞ്ഞില്ലേ അവർ? താങ്ങാൻ പറ്റുമോ മുഅ്മിനീങ്ങൾക്ക്? പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളെ കാര്യത്തിൽ അബദ്ധം ചെയ്തു എന്ന് പറഞ്ഞവരല്ലേ അവർ? അബൂബക്കർ സിദ്ദീഖിനെ സിദ്ദീഖാക്കിയത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞതല്ലേ അവർ? താങ്ങണോ മുഅ്മിനീങ്ങൾ? അഷ്റഫുൽ ഖൽഖിനോട് ഒരു പശ്രമ സ്നേഹമുള്ളവർക്ക് ഇത് താങ്ങാൻ പറ്റുമോ? ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അഷ്റഫുൽ ഖൽഖിൻ്റെ മനസ്സിൻ്റെ നോവ് സ്വന്തം ഉപ്പ മരിച്ചാലും ശരി, ഉമ്മ മരിച്ചാലും ശരി, മക്കൾ മരിച്ചാലും ശരി, ദുനിയാവ് മുഴുവനും മരിച്ചൊടുങ്ങിയാലും ശരി, ഹബീബിൻ്റെ നോവ് താങ്ങാൻ മുഅ്മിന് കഴിയില്ല. കഴിയുമെങ്കിൽ കഴിയുമെന്ന് പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഭാര്യ ആയിഷ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ശുദ്ധിമതി എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആയിഷ, ആ ആയിഷാനെ സാനിയത്താണെന്ന് പറയാൻ ധൈര്യം കാണിച്ചില്ലേ ഷിയാക്കൾ? നിങ്ങൾക്ക് ആരോടാണ് താല്പര്യം? നിങ്ങളുടെ ഉമ്മാനോടോ? നിങ്ങളെ ഉമ്മാനെ ഒരുത്തൻ സാനിയത്തെന്ന് വിളിച്ചാൽ, നിങ്ങളെ ഭാര്യയെ ഒരുത്തൻ സാനിയത്തെന്ന് വിളിച്ചാൽ, മറുഭാഗത്ത് ആയിഷത്തു സിദ്ദീഖായ സാനിയത്തെന്ന് വിളിച്ചാൽ, ഭാര്യയെയും ഉമ്മാനെയും സാനിയത്ത് എന്ന് വിളിക്കുന്നവനേക്കാൾ അപകടകാരിയായി നാം ആക്രമിക്കുക ആയിഷത്തു സിദ്ദീഖാനെ സാനിയത്തെന്ന് വിളിച്ചവൻ. ആദർശബോധമുള്ളവർക്ക്. നേരത്തെ പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങളോടാണ് വൈകാരമെങ്കിൽ ആയിഷാൻ ആരെന്ത് ഉലഭ്യം പറഞ്ഞാലും നിന്റെ മനസ്സിലേക്കൂല. കാരണം നീ അപകടകാരിയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ അപകടകാരികളാണെന്ന് പറഞ്ഞില്ലേ ഷിയാക്കൾ? ഇപ്പോഴും ഇറാനിലെ മിമ്പറിൽ വെച്ചത് പ്രസംഗിച്ചുകൊണ്ടിരിക്കല്ലേ മൊല്ലമാര്? എന്തേ ആർക്കും ഒരു ചെറുവിരലനക്കാൻ പോലും കഴിയാതെ പോയത്? താല്പര്യം മേൽപ്പറയപ്പെട്ട 8 കൂട്ടം കാര്യങ്ങളോടാണ്. നമുക്ക് താല്പര്യം രണ്ടാമത് പറഞ്ഞ 3 കൂട്ടം കാര്യങ്ങളോടാണ്. മിനല്ലാഹ് വറസൂലി വജിഹാദിൻ ഫീ സബീലി. ഈ പറയുന്ന മഹാഭൂരിപക്ഷത്തിനും അതെ 98% മിമ്പറുകൾ ഷീഈ മൊല്ലമാരെ കയ്യിലാണ്. 98% മെഹ്റാബുകൾ ഷീഈ മൊല്ലമാരെ കയ്യിലാണ്. ആ മല്ലന്മാരെ വൈകാരികത ബാപ്പ, ഉമ്മ, നാട്ടുകാർ, വീട്ടുകാർ കൊന്നൊടുക്കുകയല്ലേ നാട്ടുകാരെ, കൊന്നൊടുക്കുകയല്ലേ വീട്ടുകാരെ. അപ്പം അഷ്റഫുൽ ഖൽഖിനെ ചീത്ത പറയുന്നോ? അതാണ് വെക്കത് പിന്നെ പറയാം എന്ന് പറയാനുള്ള തൻ്റെ ഇടമന്മാർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവൻ്റെ ഹൃദയം മുഴുവനും പുളിച്ച് നാറുകയാണ് എന്നാണ്. അവൻ എത്ര വലിയ കാസിമിയായാലും, എത്ര വലിയ ബാക്കവിയായാലും, എത്ര വലിയ അസേരിയായാലും, എത്ര വലിയ മുത്തവല്ലിയായാലും, ഖാളിയായാലും, ഖത്തീബായാലും, ആരായാലും നമുക്ക് വിഷയം രണ്ടാമത് പറഞ്ഞ വിഷയത്തോടാണ്. മിനല്ലാഹ് വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. ഇറാന്റെ നേതൃത്വത്തിൽ ലോകത്ത് നടക്കുന്നത് ആദ്യം പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന ധാരണയാണ്. സെൽഫികൾ ലോകത്തോട് പറയുന്നത് രണ്ടാമത് പറഞ്ഞ 3 കാര്യം കഴിച്ചിട്ടേ ഉള്ളൂ, ആദ്യം പറഞ്ഞ 8 കാര്യങ്ങൾ എന്നാണ്. ഏതാണ് അംഗീകരിക്കേണ്ടത്? തിരുത്താൻ നമ്മൾ തയ്യാറാണ്. അള്ളാഹ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അള്ളാഹിൻ്റെ റസൂലും വിഷയങ്ങളൊക്കെ കിടക്കട്ടെ. സഹാബാക്കളെ കാഫറാക്കലും സഹാബാക്കളെ മുശ്രിക്കാക്കലും ഒക്കെ കിടക്കട്ടെ. സഹാബാക്കളെ തോന്നിയവാസികളെന്ന് പറയുന്നതൊക്കെ ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പം നമ്മളെ ബാപ്പ, ഇപ്പം നമ്മളെ ഉമ്മ, ഇപ്പം നമ്മളെ കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, ഇപ്പം അള്ളാഹിനും റസൂലിനും പറയേണ്ട സമയമല്ല. ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലോ മല്ലന്മാർ. ഒരു ഉളുപ്പില്ലാതെ പറഞ്ഞില്ലേ മല്ലന്മാർ? ഇല്ല, നമുക്ക് വേറെ വൈകാരികതയില്ല ഈ വിഷയത്തിൽ. നമുക്കൊറ്റ വികാരമേ ഉള്ളൂ. മിനല്ലാഹ് വറസൂലി വജിഹാദിൻ ഫീ സബീലി. ഒറ്റ വികാരം. അത് കഴിച്ചിട്ടേ ഉള്ളൂ നേരത്തെ പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങൾ. ആബാഉക്കും ബാപ്പ, അബിനാഉക്കും മക്കള്, ഇഖ്വാനുക്കും സഹോദരങ്ങൾ, അസ്വാജുക്കും ഭാര്യമാർ, ഭർത്താക്കന്മാർ, അശീറത്തുക്കും കൂട്ടുകുടുംബാദികൾ, ബന്ധുക്കൾ, സ്വന്തം അടുക്കളയിലെ ബന്ധുക്കൾ മുതൽ അങ്ങകലെ ഫലസ്തീൻ വരെയുള്ള ബന്ധുക്കൾ വരെ. സമ്പാദിച്ചുണ്ടാക്കി പടുത്തുയർത്തിയ സാമ്പത്തിക കൊട്ടാരങ്ങൾ. തകർന്നു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളെ കച്ചവട സ്ഥാപനങ്ങൾ. നിങ്ങൾ പടുത്തുയർത്തിയ കൊട്ടാരങ്ങൾ, ബംഗ്ലാവുകൾ.
ചിലപ്പോൾ ഫാസിസ്റ്റുകൾ അതിനെ തകർത്തിയെന്ന് വരും, ചിലപ്പോൾ സയണിസ്റ്റുകൾ അതിനെ തകർത്തിയെന്ന് വരും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ അതിനെ തകർത്തിയെന്ന് വരും. ലോകത്തത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും സംഭവിക്കും. പക്ഷെ എനിക്കവിടെയെല്ലാം എൻ്റെ വിഷയം മിനല്ലാഹ്, എൻ്റെ അള്ളാഹുവിനെ പരിഗണിക്കുക. ഒരിക്കലും അള്ളാഹുവിനെതിരിൽ ഞാൻ അതിനൊരു പ്രതിരോധം ഉണ്ടാക്കാൻ മെനക്കെടുകയില്ല. വറസൂലി, എൻ്റെ റസൂലിനെ പരിഗണിക്കുക. ഇല്ല, ഒരിക്കലുമില്ല. എല്ലാം തകർന്ന് തരിപ്പണമായാലും എൻ്റെ റസൂലിനെ ചീത്ത പറയുന്നവരെ ഞാൻ സഹായത്തിന് വിളിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ റസൂലിനെ പൊളിച്ച തെറി പറയുന്ന ഒരുത്തനെ സഹായത്തിന് വിളിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെ തോന്നിയവാസം പറയുന്നവരെ ഞാൻ സഹായത്തിന് വിളിക്കുന്ന പ്രശ്നമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ ഈ ഷിയാക്കൾ? പറഞ്ഞില്ലേ? കാരണം എന്താണ്? അബൂബക്കർ സിദ്ദീഖിൻ്റെയും ഉമർ ഫാറൂഖിൻ്റെയും 2 പെമ്മക്കളെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ധൈര്യം കാണിച്ചില്ലേ? ജൂതനും കൂടി കാണിക്കാത്ത ധൈര്യമല്ലേ അത്? അവരെയാണോ നാം പരിഗണിക്കേണ്ടത്? ഇപ്പുറത്ത് ദുനിയാവിൻ്റെ മേഖലകളെയാണോ നാം പരിഗണിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും ദീൻ. എന്താണ് ദീൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കുക, അത് മുഹമ്മദുർ റസൂലുള്ളാഹിൻ്റെ അനുസരിച്ചായിരിക്കുകയും ചെയ്യുക. അതല്ലേ ദീൻ? ആദ്യത്തെ 8 കൂട്ടം കാര്യങ്ങൾക്ക് മനുഷ്യൻ്റെ വൈകാരികതയുമായിട്ട് അതിന് ബന്ധം. ആ വൈകാരികതയാണ് നാം ലോകത്ത് കണ്ടത്. രണ്ടാമത്തെ വിഷയം മനുഷ്യൻ്റെ ആദർശവും വൈജ്ഞാനികതയുമായിട്ടാണ് ബന്ധം. വൈജ്ഞാനികതയുള്ളവർ, വിജ്ഞാനമുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. വൈകാരികത കൊണ്ട് വിജ്ഞാനത്തെ മൂടിക്കളഞ്ഞവർക്കത് മനസ്സിലാകുകയില്ല. ഇനി അങ്ങോട്ട് ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് നമ്മളിപ്പോൾ, അല്ലെങ്കിൽ തന്നെ ഒരു പഴഞ്ചൊല്ലി കേരളത്തിലൊക്കെ ഉണ്ടല്ലോ, ഉപ്പയും മക്കളും എന്താ ആക്കാൻ പോകുന്നത്? ഇതൊക്കെ തന്നെ ആക്കുന്നത്, വേറൊന്നും ആക്കാൻ പോകുന്നില്ല. ആകാശത്താലും ഭൂമി മേലെ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പലർക്കും സഹിക്കാത്തത് അതാണ്. ഉപ്പയും മക്കളും ഒന്നിച്ചിരുന്നിട്ട് തൗഹീദ് പറയുന്നു, ഉപ്പയും മക്കളും ഒന്നിച്ചിരുന്നിട്ട് റിസാലത്ത് പറയുന്നു. യതീംഖാന കച്ചവടമില്ല, അറബി കോളേജ് കച്ചവടമില്ല, ഹജ്ജ് കച്ചവടമില്ല, ഉംറ കച്ചവടമില്ല, അങ്ങനെ മിസ്കിൻഖാന കച്ചവടമില്ല, പള്ളിക്കച്ചവടമില്ല, മദ്രസ കച്ചവടമില്ല. ആകെ ജീവിക്കുന്നത് എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദ സ്വന്തത്തിൽ നിലനിർത്തണം, ലൈവാക്കി നിർത്തണം. മരിക്കുന്നത് വരെ അതാവതനുസരിച്ച് സമൂഹത്തിൽ എത്തിക്കുകയും ചെയ്യണം. മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദ മരിക്കുന്നത് വരെ ലൈവാക്കി നിർത്തണം. പരമാവധി വത്തഖുല്ലാഹ മസ്തതഅ്തു, അത് ലോകത്തെ അറിയിക്കുകയും ചെയ്യണം. വേറെ ഒരു ലക്ഷ്യവുമില്ല. അതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ, സ്വന്തം നാട്ടിലെ വീട്ടിൻ്റെ ഉള്ളിൽ മക്കളെയും കൂട്ടിയിരുത്തി ദുനിയാവിൻ്റെ കഥ പറയും പോലെ മദീന മുനവ്വറയിൽ ഹബീബായ മുത്തിൻ്റെ ഓരത്തിരുന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ അല്ലാഹു തആല തന്ന തൗഫീഖ് മതി. ഒരാഗ്രഹമുണ്ട് മനസ്സിൽ, പൂർത്തിയാക്കി തരും അല്ലാഹു തആല. ഞാൻ പണ്ടെങ്ങാനും ഞാൻ ചോദിക്കുന്നു അള്ളാഹു തരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ആരടാ, ഇവൻ ചോദിച്ചത് അള്ളാഹ് കൊടുക്കാൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ടായിരുന്നു പണ്ട്. ഞാനും മക്കളും കൂടി ഇരുന്നിട്ട്, ഇല്ല കൂട്ടരെ ഇല്ല, ആരും വിഷമിക്കണ്ട, യൂട്യൂബ് ചാനലില്ല, മറ്റൊരു ചാനലും ഇല്ല, ഒരു തരത്തിലുള്ള ചാനലും ഇല്ല. ആരും ഈ കാണുന്ന ഏത് പ്രസംഗമായാലും ശരി, എൻ്റെ ആയാലും മക്കളായാലും പുറത്ത് കാണുന്നതെല്ലാം അവർ സ്വന്തം കൊടുക്കുന്നത് മാത്രമാണ്. നമുക്കാകെയുള്ളത് ഏതാണ്? നമ്മുടെ ജൗഹറുൽ ഹുദ. എന്താണ് ജൗഹറുൽ ഹുദ? ഉപ്പയും മക്കളും മാത്രമുള്ള ഒരു പ്രൈവറ്റ് ട്രസ്റ്റ്, ജൗഹറുൽ ഹുദ ഫൗണ്ടേഷൻ ട്രസ്റ്റ്. എന്തിനാണ് അത് ഉണ്ടാക്കിയത്? ഇവിടെയുള്ള എല്ലാവരും പുറത്താക്കിയാലും ഒന്നിച്ചിരിക്കാൻ ഒരു ഏർപ്പാട് വേണം, അതിനുവേണ്ടി ഉണ്ടാക്കിയത്. നമുക്ക് മനസ്സിലായി, നാം ആദർശം പറയുമ്പോൾ, ആദർശത്തിൽ കട്ടിക്കൂട്ടി പറയുമ്പോൾ സ്വന്തക്കാർക്ക് പോലും ചിലപ്പം വെറുപ്പ് വരുമെന്ന ജീവിതാനുഭവങ്ങളുണ്ട്. ആ സമയത്ത് അടുത്താഴ്ച മുതൽ കുത്തുബക്ക് വരണ്ട, ഇനിയും സ്റ്റേജിൽ കയറണ്ട എന്ന തീരുമാനമെടുത്താൽ മക്കളെയും കൂട്ടി എത്തി, പേരക്കുട്ടികളെയും കൂട്ടി സ്വന്തം ഇരുന്നിട്ട് അള്ളാഹിൻ്റെ ദീൻ പറയാൻ ഒരു ഏർപ്പാട് അത് അള്ളാഹു തന്നു. ഈ അള്ളാഹ് തന്നു എന്ന് പറയുമ്പോഴാണ് ഓരോരുത്തർക്ക് ചുഴലി പിടിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തിന് അടുത്തുള്ള നാടുണ്ട്, നാട്ടിൻ്റെ പേര് പറയുന്നത് മോശമല്ലേ ആ നാട്ടുകാർക്ക്.
അവിടെ ഒരുത്തനുണ്ട്. ഇവൻ ചോദിച്ചതൊക്കെ കൊടുക്കാൻ അല്ല നിൽക്കുകയല്ലേ, ഓൻ്റെ ശിവായി അല്ല ആ പറയുന്നവൻ്റെ പറഞ്ഞ പരസ്യമായിട്ട് പറഞ്ഞതാണ് ചാനലുകളിലൂടെ. അതെ, ആ സഹോദരനോട് കൂടുതൽ ശൈലി രോഗം പിടിപെട്ട് മാനസിക രോഗിയാവേണ്ട ആയിട്ട് കുതിരവട്ടത്തൊന്നും പോകാൻ നിൽക്കണ്ട, ആ രോഗം അങ്ങ് മാറ്റലാണ്. പലർക്കും അങ്ങനെ ആ രോഗമാണിപ്പോൾ, സാധാരണക്കാർക്കല്ല. പണ്ഡിതരെന്ന് പറയുന്ന വിഡ്ഢികൾ. ആര് പറഞ്ഞത്? ലുക്മാൻ റളിയല്ലാഹു തആല അൻഹു മക്കളോട് മോനോട് പറഞ്ഞു, മോനെ എനിക്ക് സാധാരണക്കാരെന്ന് പറയുന്നവനെ കാണിച്ചു തരാൻ വാൻ. എന്നെ എൻ്റെ മക്കളോട് എനിക്കും പറയാനുള്ളത്. ഇവൻ ലുക്മാനാകാൻ പോകുന്നു എന്ന് പറയും. ഇനി വേണമെങ്കിൽ ലുക്മാൻ റളിയല്ലാഹു അൻഹു മോനെയും കൂട്ടിയിട്ട് യാത്ര ചെയ്തു. ഒരു കഴുതയെയും കൂട്ടി. മോനെ നിനക്ക് ഞാൻ പൊതുജനങ്ങളെ കാണിച്ചു തരാം വാ. കഴുതയെയും തെളിച്ച് ബാപ്പിയും മോനും ഇങ്ങനെ നടന്നു. തൊട്ടടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ നാട്ടുകാർ പറയാൻ തുടങ്ങി, ഇയാൾ വലിയ ഹക്കീമല്ലേ, ലുക്മാനുൽ ഹക്കീം, വലിയ തത്വജ്ഞാനിയൊക്കെ അല്ലേ, എന്തൊരു വിഡ്ഢിത്തമാണ്, അയാൾക്കെങ്കിലും ആ കഴുതപ്പുറത്ത് കയറിക്കൂടെ, കഴുത വെറുതെ നടക്കുകയല്ലേ. മോനെ പൊതുജനം, ഞാൻ കഴുതപ്പുറത്ത് കയറാം, നീ നടക്ക്. അങ്ങനെ ബാപ്പ കഴുതപ്പുറത്ത് കയറി, മോൻ കഴുതയെ തെളിച്ചു. അടുത്ത ജംഗ്ഷൻ പൊതുജനം. ഇയാളെന്തൊരു ക്രൂരനാണ്, ഇയാൾ വലിയ ഹക്കീമൊക്കെ അല്ലേ, തത്വജ്ഞാനിയൊക്കെ അല്ലേ, ആ മോനെ നടത്തിച്ചിട്ട് അയാളിങ്ങനെ നല്ല സവാരി ചെയ്യുന്നു കഴുതപ്പുറത്ത്. എന്തൊരു ക്രൂരനാണ് ഇയാൾ. മൂപ്പര് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി, മോനെ പൊതുജനം, നമുക്ക് രണ്ടാക്കും കൂടി കയറാം. അങ്ങനെ ബാപ്പ മുമ്പിലും മോൻ പിറകിലും കയറി കഴുതപ്പുറത്ത്. ഞെരിങ്ങി നടക്കാൻ തുടങ്ങി കഴുത. അടുത്ത ജംഗ്ഷൻ പൊതുജനം. ഇപ്പം പൊതുജനം എന്ന് പറയാതിരിക്കില്ല നല്ലത്, കാസിമിയാക്കൾ ബാക്കവിയാക്കൾ എന്നൊക്കെ പറയലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അന്നങ്ങനെയാണെങ്കിൽ അന്ന് പൊതുജനമാണ്. അന്ന് ഉലമാക്കളെല്ലാം ഉലമാക്കളെ സ്റ്റാൻഡ് കാണിക്കുമായിരുന്നു. പൊതുജനം. ഇയാളെന്ത് ക്രൂരനാണ്. രണ്ടാളെ വഹിച്ചു നടക്കാൻ മാത്രം താക്കത്തുണ്ടോ ഈ കഴുതക്ക്? ആ കഴുതക്ക് താങ്ങാൻ പറ്റുമോ ഈ രണ്ടാളെ? മോനെ പൊതുജനം. അടുത്ത ജംഗ്ഷനിൽ പോയി ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു ലുക്മാൻ റളിയല്ലാഹു തആല അൻഹു മോനോട്, മോനെ ഇതാണ് പൊതുജനം, അവർ പലതും പറയും, നീ നിന്റെ മാർഗത്തിൽ ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ സഞ്ചരിച്ചു കൊള്ളണം മോനെ, അതായിരിക്കും വിജയത്തിൻ്റെ പാത എന്ന്. അതെന്നെ എൻ്റെ മക്കളോട് എനിക്കും പറയാനുള്ളത്. പൊതുജനം. അവർക്ക് അഭിപ്രായം പറയുന്നതിന് ആരും ചീട്ടൊന്നും വേണ്ട. ഒരു പ്രശ്നം തീർന്ന വേറൊരു പ്രശ്നം. ഇപ്പം ഫലസ്തീനായിരിക്കും വേണ്ട, സലഫികൾക്ക് മാത്രമേ ഇപ്പം ഫലസ്തീൻ വേണ്ടുള്ളൂ. സലഫികൾ മാത്രമാണ് ഇപ്പം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീൻ മറന്നു. ഇപ്പോൾ ഇറാഖ്, പാകിസ്ഥാൻ, സിറിയ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയം. നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോയി. ആ പാകിസ്ഥാനിൽ കൊണ്ടുപോയി ഇടുന്ന ബോംബ്, ഇറാനിലെ തെഹ്റാനിൽ 30ഓളം ജൂതപ്പള്ളികളുണ്ട്. ആ പള്ളി ഏതെങ്കിലും ഒരു പള്ളിൻ്റെ മൂത്രപ്പുരയിലെങ്കിലും പോയി ഇട്ടിട്ട് പ്രതിഷേധം രംഗപ്പെടുത്താമായിരുന്നില്ലേ ജൂതന്മാരോട്? ചെയ്തില്ല. അവർ ചെയ്യൂല. കാരണം ജൂതന്മാരുടെ വളർത്തുപുത്രനാണ് ഷിയാക്കൾ. അതിൻ്റെ ലോക ഏജൻസിയാണ് ഇറാനികൾ. അതുകൊണ്ട് ചെയ്യില്ല അവർ. അല്ല, ഈ സമയത്ത് നമ്മളോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഈ സമയത്ത് പറയാൻ പാടില്ല. നമ്മൾ തിരിച്ചു അങ്ങോട്ട് ഈ സമയത്ത് ആ പാകിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും കൊണ്ടുപോയി ഇടുന്ന ബോംബ് ഇങ്ങോട്ട് ഗസയിലേക്കൊന്നും വരണ്ട, ഇസ്രായേലിലേക്കൊന്നും വരണ്ട. ആ സ്വന്തം നാടായ അവരിങ്ങനെ സുഖിച്ച് ജീവിക്കുകയല്ലേ ജൂതന്മാർ ഇറാനിൽ. തെഹ്റാനിൽ 30ഓളം ജൂതപ്പള്ളി, റാത്തീബും കുത്തുബിയത്തുമായിട്ട് ബഹളം വെച്ച് ജീവിക്കുകയല്ലേ അവർ, സന്തോഷത്തോടെ ജീവിക്കുകയല്ലേ അവർ. അവരുടെ ഒരു പട്ടിയെങ്കിലും ഇറാനികൾക്ക് കൊല്ലാമായിരുന്നില്ലേ? മനുഷ്യനെ വിട്. തെഹ്റാനിൽ താമസിക്കുന്ന ജൂതന്മാരുടെ ഒരു പട്ടിയെ കൊന്നിട്ടെങ്കിലും ഈ ഫലസ്തീൻ മക്കളോട് കൂറ് കാണിക്കാമായിരുന്നില്ലേ? ഇപ്പം എല്ലാവരും ഫലസ്തീൻ വിട്ടു. കാരണം ഫലസ്തീൻ ഇപ്പം ആരും മരിക്കുന്നില്ല. കാരണം മയ്യത്ത് കിട്ടിയാൽ രക്തം കൊണ്ട് മാത്രമേ സമ്പാദിക്കാൻ പറ്റുള്ളൂ പലർക്കും. ഇപ്പം മയ്യത്ത് കിട്ടുന്നില്ല. ഇപ്പം ആകെ ആ ഫലസ്തീനികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സലഫികൾ. അതെ, തീർച്ചയായിട്ടും. ഏ അല്ലാ, ജൂതൻ്റെയോ ജൂതൻ്റെ ഏജൻസികളുടെയോ കയ്യിൽ നീ ആ രാജ്യത്തെ കൊടുക്കാതെ അഹ്ലുസുന്നയുടെ കയ്യിൽ ആ രാജ്യത്തെ നീ ഏൽപ്പിച്ച് ദുനിയാവും ആഖിറവും ഫലസ്തീൻ്റെ മക്കൾക്ക് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഇത് ദുആ ചെയ്യാൻ സലഫികൾ മാത്രമാണ് ഇന്ന് ലോകത്തുള്ളത്. എല്ലാവരും ഫലസ്തീൻ മറന്നു.
ഇനി ആ ജൂതന്മാരാകുന്ന ക്രൂരന്മാർ ചെന്നായ്ക്കൾ, അതെ, 25,000-ഓളം ആടുകൾ താമസിക്കുന്ന ഒരു കൂട, ആ കൂടയുടെ വാതിൽ തുറന്നു കൊടുത്തു ചെന്നായ്ക്കൾക്ക് കടിച്ചു കീറാൻ. ചെന്നായ്ക്കൾ ആ വാതിലൂടെ കടന്ന് 20,000-ഓളം 25,000-ഓളം ആട്ടിൻ പറ്റങ്ങളെ കടിച്ച് കീറി. ആ ചെന്നായിക്കൂട്ടത്തിന് വാതിൽ തുറന്നു കൊടുത്ത ചെന്നായിയുടെ മനസ്സ് എത്ര കടുപ്പമായിരിക്കും. തിരിച്ചറിവ് തീർച്ചയായിട്ടും അനിവാര്യമാണ്. തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പുളിച്ച തെറി പറഞ്ഞ പലരും ചൊല്ലി ഉസ്താദിനെ വിളിച്ചിട്ട് മാപ്പ് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാപ്പാക്കണം ഉസ്താദെ, തിരിയാണ്ട് വല്ലതും പറഞ്ഞുപോയി എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് ലോകത്തിന് സംഭവിക്കാൻ പോകുന്നത്. 2050 എന്ന പുതിയ നൂറ്റാണ്ടിൻ്റെ യുവത്വം പൂർത്തിയാകുമ്പോഴേക്ക് ലോകത്ത് പലതും സംഭവിച്ചിരിക്കണം. ഞാൻ പണ്ട് 20-ാം നൂറ്റാണ്ടിൽ അവസാനത്തിൽ കൃത്യമായി പറയാറുണ്ട്, 21-ാം നൂറ്റാണ്ട് ഇസ്ലാമിൻ്റേതാണ്. തീർച്ചയായും അതിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അന്നീ കാസിമിയാക്കളും ബാക്കവിയാക്കളും ഫൈസിയാക്കളും മിമ്പറുകളിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയും, നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജാറം കൊണ്ട് ബാത്തിലാക്കിക്കൂടാ, മുഹമ്മദുർ റസൂലുള്ളാഹി ഷെയ്ഖുകളെ കൊണ്ടും തരീഖത്തുകളെ കൊണ്ടും ബാത്തിലായിക്കൂടാ. അതാണ് ഹക്കായ വഴിയെന്ന് ഇവരുടെ നാവുകളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കും. അതുവരെ ജീവിതം അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം. അതുകൊണ്ട് ഈ മദീന മുനവ്വറയിൽ മസ്ജിദുൻ നബവിയുടെ ഓരത്ത്, ഹബീബായ മുത്തിൻ്റെ ഓരത്ത് താമസിക്കുന്ന നിങ്ങൾ, കുടുംബസമേതം ജീവിക്കുന്ന നിങ്ങൾ, ഞാൻ നേരത്തെ ഒരു ആഗ്രഹം പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് മുഴുവൻ ആൺമക്കളെയും ഇവിടെ ആ ജൗഹറുൽ ഹുദായിലെ മെമ്പർമാരായ മക്കളെ മുഴുവനും ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവിടെയും ഹബീബായ മുത്തിൻ്റെ നാട്ടിൽ ഇവിടെയും ഒരുമിച്ച് കൂട്ടി ഇതേപോലെ മരിക്കുന്നതിനു മുമ്പ് തൗഹീദും റിസാലത്തും പറയുകയും ഈ ഭൂമിയിൽ നിന്ന് വിട പറയാൻ ഇടവന്നാൽ തീർച്ചയായിട്ടും 60 കഴിഞ്ഞു, മരണത്തെ പ്രതീക്ഷിക്കേണ്ട സമയമാണ്. നരബാധിച്ച മുതലേ റളിയല്ലാഹു തആല അൻഹു ഒന്നിച്ചുള്ള ആളോട് പറഞ്ഞു, ഇനി നിങ്ങളെ ആരും ചുട്ടുവേണ്ട, മരിക്കാനുള്ള ഓർമ്മ എനിക്ക് വന്നു തുടങ്ങി. അഅ്മാറു ഉമ്മത്തി ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായം 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ അടിസ്ഥാനത്തിൽ പോയാൽ എല്ലാവരെയും, ആൺമക്കളെ മുഴുവനും പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുന്നിലിരുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹിൻ്റെ ഷഹാദ അത് ലോകത്തോട് പറയാൻ പര്യാപ്തമാവണം. മദീന മുനവ്വറയിൽ പഠിക്കുന്ന ഹബീബിൻ്റെ ഓരത്ത് താമസിക്കുന്ന മക്കൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എല്ലാവർക്കും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കണം. ബ്രദേഴ്സിന്, സഹോദരങ്ങൾക്ക് എപ്പോഴും തൗഹീദുമായി ബന്ധപ്പെട്ട, റിസാലത്തുമായി ബന്ധപ്പെട്ടതായിരിക്കണം. നാട്ടുകാര്യം, വീട്ടുകാര്യം, അരിൻ്റെ കാര്യം, കറിൻ്റെ കാര്യം അതൊന്നും ആയിരിക്കരുത്. അത് ഉമ്മയാണ്, ബാപ്പയാണ്, ഭാര്യയാണ്, മക്കളാണെന്ന് നോക്കരുത്, ജ്യേഷ്ഠന്മാരാണെന്ന് നോക്കരുത്. തൗഹീദിനെ സംബന്ധിച്ചുള്ള വിവരം കിട്ടുമ്പോൾ അപ്പം തന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പോലെ മെസ്സേജുകൾ പാസ് ചെയ്തിരിക്കണം. തൗഹീദ്, നമ്മുടെ തൗഹീദ് ഉറപ്പിക്കാൻ പര്യാപ്തമായ ആസാറുകൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അഖ്വാലുൽ ഉലമാ കിട്ടുമ്പോൾ ഷോർട്ടായിട്ട് അത് അപ്പം തന്നെ മെസ്സേജ് പാസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഇവിടുത്തെ ഉലമാക്കൾ എന്താണോ പറയുന്നത് അതപ്പം തന്നെ പാസ് ചെയ്യണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനിക്കിഷ്ടപ്പെട്ട അഹ്ലുല്ലാ എന്നല്ല വിശേഷിപ്പിച്ച ആ ന്യൂനപക്ഷം, ആ ചെറിയൊരു സംഘം, ആ സംഘത്തോടൊപ്പം ചെന്ന് ചേരാൻ യോഗ്യതയുള്ള അംഗീകരിക്കപ്പെട്ട ഷഹാദത്തായി നമ്മുടെ ഷഹാദത്ത് ജീവിതത്തിൽ മാറണം. അത് ലൈവായി നിൽക്കണം. മരിക്കുന്ന നേരത്ത് ആ ഷഹാദ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. ബർസഖിൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ ആ ഷഹാദത്ത് വീണ്ടും തിരിച്ചു വാങ്ങണം. ആ റിക്കാർഡുമായി നാളെ അള്ളാഹിനെ കണ്ടുമുട്ടണം. ആ അള്ളാഹുവിൻ്റെ ഓരത്ത് താമസിക്കുന്ന, അടുത്ത് താമസിക്കുന്ന ആ ന്യൂനപക്ഷത്തോടൊപ്പം താമസിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കണം. നമുക്കും നമ്മുടെ വീട്ടുകാർക്കും കൂട്ടുകുടുംബാദികൾക്കും ബന്ധുക്കൾക്കും ഒപ്പം നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും മൂന്നാമതായി ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല നമുക്ക് പൂർത്തിയാക്കി തരട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഒരു ദുആ ആണ്,
മസ്ജിദ് നബവിയിൽ വെച്ചും മസ്ജിദുൽ ഹറാമിൽ വെച്ചും നാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിൽ മുസ്ലിമീൻ അൽ മുവഹിദീൻ. മുവഹിദുകളായ മുസ്ലിമീങ്ങൾ പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, തർക്കങ്ങൾ കാണും. മനസ്സറിഞ്ഞുകൊണ്ട് നാം കഅബാലയത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ കഴിഞ്ഞ ആഴ്ച ദുആ ചെയ്തു. മസ്ജിദുൻ നബവിയിൽ എത്തിയപ്പോഴും നമ്മൾ ദുആ ചെയ്തു, അല്ലാഹ് മുവഹിദുകളായ മുസ്ലിമീങ്ങളുടെ മനസ്സിനെ നീ യോജിപ്പിക്കണേ അല്ലാഹ്, അവർക്കിടയിൽ നീ ഒരു സുൽഹ് നീ ഉണ്ടാക്കി തരണേ അല്ലാഹ്, അതിൻ്റെ ഖുദ്റത്ത് കൊണ്ട്. നമ്മുടെ ദുആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകാരികമായി ചിലപ്പോൾ ചിലതൊക്കെ പറഞ്ഞെന്ന് വരും, അത് മനുഷ്യൻ്റെ വൈകാരികത മാത്രമാണ്. അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും സഹാബാക്കളോടുമുള്ള അമിതമായ താല്പര്യം, ആ താല്പര്യത്തിനെതിരായി ഷീഈ വിഭാഗത്തിൻ്റെ കെട്ടുകെടുത്ത തോന്നിയവാസങ്ങളും ചീത്തപറച്ചലും കേട്ട് മനസ്സ് മരവിച്ചപ്പോൾ ഒരു പ്രസംഗത്തിൽ ആ പ്രതിഷേധം, ഷിയാക്കൾക്കെതിരിൽ ആ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ ജൂതന് കിട്ടിയാലും എന്നൊരു പ്രയോഗം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, അത് ഗലബത്തുൽ ലിസാൻ, അത് മാത്രമായിട്ടേ നിങ്ങൾ കാണാവൂ എന്ന്. പക്ഷേ അതിനെ ദുർവ്യാഖ്യാനം നടത്തി ഷീഈയത്തിൻ്റെ വക്താക്കൾ മിമ്പറുകളിലും മെഹ്റാബുകളിലും അത് ദുർവ്യാഖ്യാനിച്ചു. അതെ, ഇൻഷാ അല്ലാഹ് നാളെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു വ്യക്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകും. അതിനാണ് വ്യക്തി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒട്ടകം നഷ്ടപ്പെട്ടു. അദ്ദേഹം ക്ഷീണിതനായി ഭക്ഷണവും വെള്ളവും ആ ഒട്ടകപ്പുറത്താണ്. ഒട്ടകം കാണാതായി. ക്ഷീണിതനായി ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഉറങ്ങിപ്പോയി. ഉറക്കം ഞെട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകം മുമ്പിൽ. അദ്ദേഹം ആ വൈകാരികതയുടെ ചൂടിൽ രണ്ട് രീതിയിലുള്ള ഗലബത്തുണ്ടാകാം മനുഷ്യന്. ഒന്ന് ഗലബത്തുൽ ഫറഹ, സന്തോഷത്തിൻ്റെ ആധിക്യം. രണ്ട് ഗലബത്തുൽ ഗളബ്, ദേഷ്യത്തിൻ്റെ ആധിക്യം. ഫുഖാഹക്കൾ പറയാറുണ്ട്, കെട്ടുകെട്ടുത്ത ദേഷ്യം പിടിച്ചപ്പോൾ നിന്നെ ഞാൻ 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി എന്ന് ഭാര്യയോട് പറഞ്ഞാൽ അത് തലഹക്കായിട്ട് അള്ളാഹ് പരിഗണിക്കൂല എന്ന്. അല്ലേ, അങ്ങനല്ലേ മസല? ഈ രീതിയിൽ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അദ്ദേഹത്തിൻ്റെ നാവ് പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്. അല്ലാഹ്, നീ എൻ്റെ അബ്ദും ഞാൻ നിൻ്റെ റബ്ബുമാണ്. കുഫ്റിൻ്റെ വാക്കാണ് പറഞ്ഞത്. പക്ഷെ റസൂലുള്ള പറഞ്ഞു, ആ വാക്ക് കേട്ടപ്പോൾ അള്ളാഹ് ചിരിച്ചുപോയി. കാരണം എന്താണ്? ആ അടിമയുടെ മനസ്സാണ് അള്ളാഹ്ക്ക് അറിയേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സുമായി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാകും. ഈ പറയുന്നവർ മുഴുവനും നാവുമായിട്ട് നിങ്ങളും ഹാജരാവും. ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് കാണാം. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വ അസ്തഗ്ഫിഹി അന്നി വ അൻകും.